ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് റീസണിങ്ങിൻ്റെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഡെമോ യൂട്യൂബിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, റീസണിങ്ങിൻ്റെ ഡെമോ ക്ലാസ് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബാച്ചിനകത്ത് റീസണിങ്ങിൻ്റെ ടോപ്പിക്ക് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ലൈവിൽ വന്നിട്ടുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിട്ട് പോയി. അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ എനിക്ക് ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ടൈം പിടിച്ചു പോയി. സോറി. ഇനി നെക്സ്റ്റ് ഡേ തൊട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ തീർച്ചയായിട്ടും നോക്കാം. അപ്പം പ്രസൻ്റ് ആയിട്ടുള്ളവർ വോയിസ് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടെല്ലാം ബോർഡിൽ എഴുതിയേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വോയിസ് ക്ലിയർ ആണോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, രഞ്ജിത്ത്, ആർഷ, ശ്യാമ, സഞ്ജന, കാവ്യ, വരുൺ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? ചന്ദനയുണ്ടോ ലൈവില്? ചന്ദന, യമുന, അഖില്, പിന്നെ ആരൊക്കെയാണ്? അഞ്ജു, അൻസിൽ, ഹേമന്ത്, എല്ലാവരും ഉണ്ടോ? വരുൺ, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ഇതിന് ജസ്റ്റ് മുന്നേ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ലൈവിൽ. അപ്പം അത് കഴിഞ്ഞ ഉടനെ സാർ ഓക്കെ ചന്ദന ഓക്കെ, അപ്പം ആ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ നിങ്ങൾക്ക് റീസണിങ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. റീസണിങ് നേരത്തെ നമ്മൾ റീസണിങ്ങിൻ്റെ ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് തന്നെ ഞാൻ ഡെമോ തന്നായിരുന്നു. കുറച്ചൊന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ യമുന ഓക്കെ, ഇനി ക്ലാസ് താമസിക്കത്തില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നതാണേ. അത് വേറെ ക്ലാസ് ഇടയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അത് ശരിക്കും നേരത്തെ നടത്തേണ്ട ക്ലാസ് ആയിരുന്നു. ഉച്ചയ്ക്ക് മുന്നേ, അതല്ലെങ്കിൽ 4 മണിക്ക് മുന്നേ വെക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. എനിക്കൊരു ഇച്ചിരി അസൗകര്യം വന്നുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയതാണേ. ഓക്കെ, അഞ്ചു ഫ്രഷ് സ്റ്റുഡൻസാ. ഒരുപാട് പേരിന്ന് ബാലൻസ് പേയ്മെൻ്റ് ഒക്കെ ഇന്ന് തന്നിട്ടുണ്ട്. ആരും പേടിക്കരുത്. ശ്രീരാജ് വന്നിട്ടുണ്ടോ? ശ്രീരാജ് ഓക്കെ, ശ്രീരാജ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? അഖില്, അവർ രണ്ടുപേരാണ് വർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആപ്പിനകത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോ. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഈ ടൈം മതി മേഡം. ശ്രീരാജ് പറയുന്നത് ഈ ടൈം മതി മേഡം. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഒരുപാട് ലേറ്റ് ആകും. ലേറ്റ് നൈറ്റ് ആയി പോവും. ചിലപ്പോൾ എല്ലാവർക്കും അത്രയും ലേറ്റ് നൈറ്റിൽ ഇരുന്ന് 10 മണിക്ക് ശേഷമൊക്കെ ക്ലാസ് പോയിട്ടുണ്ട് ഡെമോയിലൊക്കെ. എന്നാലും കഴിവത് നമ്മൾ 10 o'clock ബിഫോർ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ്. ഓക്കെ കാവ്യ ഓക്കെ, ശ്യാമ ഓക്കെ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ശ്രീരാജ് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുകയാണ്. ശ്രീരാജ് നേവൽ ബേസിൽ വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം ചിലപ്പോഴേക്കും ഒന്ന് ഡിലേ ആകുന്നതാണ്. അതുപോലെ നമ്മുടെ NTPC-കാരൻ വന്നില്ലല്ലോ, NTPC-കാരൻ. ഓക്കെ, അപ്പം എന്നും ഇങ്ങനെ ഡിലേ ആക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി 6:30 എന്ന് പറഞ്ഞിട്ടല്ലേ അഡ്മിഷൻ എടുത്തത്. അപ്പം മാക്സിമം എന്നാലും വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ അല്ലേ കോപ്പറേറ്റ് ചെയ്യും. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്തായിരുന്നു? റീസണിങ് ആണ്. റീസണിങ്ങിനകത്ത് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് എടുത്തോട്ടെ. ആപ്പിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ബേസിക് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാനൊന്ന് ക്വസ്റ്റ്യനും കൂടി എടുത്തോട്ടെ കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പം ഇന്ന് ആരൊക്കെയാണ് റീസണിങ്ങിൻ്റെ ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ളവർ? ഡെമോ അറ്റൻഡ് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് റീസണിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് പറഞ്ഞേ.
ഇപ്പോൾ റീസണിങ്ങിനകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞത് ബോറിംഗ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡയറക്ഷൻസ് പറയാൻ പോവാണേ. ഡയറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് ഓക്കെ. ഇനിയിപ്പോൾ ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ ബാച്ചിനകത്ത് മാക്സിമം സ്റ്റുഡൻസ് CGL-ഉം CHSL-ഉം IB ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 8 മന്ത് ഡ്യൂറേഷൻ പറയുന്നെങ്കിലും ഒരു ക്രാഷായിട്ടൊന്നും സ്പീഡിൽ പോവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ബാച്ച് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ പോവല്ല. അതിന് വേണ്ടിയിട്ട് കണ്ടൻസ് ഒന്നും ഞാൻ കുറയ്ക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും, എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കിട്ടും. എങ്കിലും മാക്സിമം സ്പീഡിൽ, അതായത് സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തിലല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റൊക്കെ ഇപ്പം ഇതിനകത്ത് ഫസ്റ്റ് ടൈം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ ശ്രീരാജ്, ഓക്കെ ഹേമന്ത്, ഓക്കെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ GK-യുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞാണല്ലോ, റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത്രയും ആവശ്യമില്ലാത്ത സംസാരം മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GK. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് GK. വെറും 25 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 50 മാർക്സ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ GK ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ റെക്കോർഡ് ക്ലാസ് തരുന്ന സമയത്ത് ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ഡൗട്ട്സ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചുമ്മാതെ വേണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് അടിച്ചോ. കമൻറ്റ് എന്ന് പറഞ്ഞാൽ തമാശയൊന്നുമല്ല, നിങ്ങൾ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദിച്ചാലും ഞാൻ അതിന് ആ അടുത്ത മൊമെൻറ്റിൽ തന്നെ ഞാനിവിടെ റിപ്ലൈ ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളത് ലൈവ് തന്നെയാണ്, പക്ഷേ കണ്ടൻറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി പണ്ടത്തെ ക്ലാസ്സുകളൊന്നും അല്ല എടുത്ത് തരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് സിലബസും കണ്ടൻറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ മാക്സിമം കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യേണ്ട പോർഷനെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. അത് പറയാം. അതുപോലെ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇപ്പം നമ്മൾ GK-യുടെ സബ്ജക്ട്സ് അങ്ങനെ GK-യുടെ സബ്ജക്ട്സേ ഉള്ളൂ അങ്ങനെ തരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. കാരണം വെച്ചാൽ റീസണിങ്ങും മാത്സൊക്കെ പ്രോബ്ലം പേപ്പേഴ്സ് അല്ലേ, നിങ്ങൾക്ക് അപ്പോൾ ഉള്ള ഡൗട്ട് അപ്പം തന്നെ എനിക്ക് സോൾവ് ഔട്ട് ചെയ്ത് തരണം ബോർഡിൽ. അതുകൊണ്ട് ഞാൻ മാറിയിരിക്കത്തില്ല. അപ്പം ഒരുപാട് ക്ലാസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി റെസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കിപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പം ഞാൻ ലീവിലാണ്. അപ്പം 2 മാസം കഴിഞ്ഞ് എൻ്റെ ലീവ് തീരും. അപ്പം ഞാൻ ഡേ ടൈമിൽ എനിക്ക് ജോബൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ ക്ലാസ്സും എല്ലാം കൂടെ ആകുമ്പോൾ റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഒരു കാര്യം മാത്രം. ഓക്കെ ചന്ദന, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ മാത്സിൻ്റെ നമ്മൾ ഡെമോ ഒക്കെ അറ്റൻഡ് ചെയ്തവർ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ടെസ്റ്റ് ഒക്കെ ഇട്ടു, ഞാൻ പഠിപ്പിച്ചതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് പേപ്പറായിട്ട്. അപ്പോൾ അത് ഇപ്പോഴും നിങ്ങൾക്ക് ആപ്പിനകത്ത് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് വീണ്ടും ചെയ്തിട്ടും സ്പീഡ് അങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചെയ്യാനറിയാം, പക്ഷേ ആ തരുന്നിരിക്കുന്ന ടൈമിനുള്ളിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, റീസണിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. മാത്സിൻ്റെ അത്രയും വൈഡായിട്ട് നമുക്കില്ല. പിന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് എനിക്ക് പഠിപ്പിച്ച് തീർക്കാനും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനും പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഫുള്ളി പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫുൾ അത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഉണ്ടാക്കാൻ നോക്കാം. റീസണിങ്ങിന് നല്ല സ്പീഡ് വേണം. എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ടൈമിൽ നിങ്ങളത് സോൾവ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് വീക്കിലി ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്കവാറും 5 ഡേയ്സിൽ, നമുക്ക് 7 ഡേയ്സ് ആണ് വീക്കിലി വരുന്നത്. 5 ഡേയ്സിലും ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ അത് 6-7 ഒക്കെ ഗ്രാജുവലി ആകാം. ഇപ്പം വീക്കിലി 5 ഡേയ്സ് തന്നെ ക്ലാസ് ഉണ്ടാവും ഇന്ന് തൊട്ട്. ഓക്കെ, അപ്പോൾ ഈ 5 ഡേയ്സിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി ഒരു തിയറിയും ഒരു പ്രോബ്ലവും ആയിരിക്കും മിക്കവാറും വരുന്നത്. അതിനകത്ത് ഇപ്പം വീക്കിലി 3 ഡേയ്സ് ആണ് മാക്സിമം ഡേയ്സിൽ. വീക്കിലി 3 ഡേയ്സ് റീസണിങ് പോയിട്ട് മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തരാം. എന്നിട്ട് മാത്സ് ഇച്ചിരി സ്ലോലി പോകാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കുറച്ച് പേര് സ്പീഡിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞു. അപ്പം ഞാൻ മാത്സിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും.
ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളതൊന്ന് പിക്കപ്പായി വരാൻ നിങ്ങൾക്ക് 1.5-2 മാസമൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പഠിപ്പിച്ച സിലബസ് പെട്ടെന്ന് കണ്ടന്റ് തീർത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം എത്താൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റീസണിങ് പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ റീസണിങ് സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പം റീസണിങ് നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യാം. ഈ റീസണിങ് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി മാത്സ് പഠിക്കണം. പഠിക്കുന്ന സമയത്ത് മാത്സിനകത്ത് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സ്പീഡ് വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കണം. ഈ 1 മാസം അല്ലെ 1.5 മാസത്തിനുള്ളിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ റീസണിങ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. കൂടെ കുറച്ച് മാത്സ് പഠിച്ചും പോവാം. അപ്പോൾ റീസണിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാത്സ് മാത്രമായിട്ട് പഠിക്കാമല്ലോ. അപ്പോൾ ആ രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ടേബിൾ പഠിക്കാനോ സ്ക്വയർ ക്യൂബൊക്കെ പഠിക്കാനോ, പിന്നെ പലർക്കും LCM കാണാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസലേഷൻ വരുമല്ലോ, ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് മുകളിലും അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ സ്പീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നവരുണ്ട്. കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർക്ക് അടുത്ത മാത്സിൻ്റെ ക്ലാസ്സിൽ ഞാനത് ഒന്നുകൂടി പറയാം. ആ സമയത്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. 1.5 മാസത്തിനകത്ത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ മാത്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു രസം വരും. എന്താണ്, ഞാൻ പഠിപ്പിക്കുന്നൊപ്പം നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമൊക്കെ ടെസ്റ്റ് പേപ്പറൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് അതൊരു ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ വിഷമം വരും, അപ്സെറ്റ് ആകുന്നുണ്ട് ഒരുപാട് പേര്. അപ്പം ആ ഒരു രീതി ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും എക്സാം ഓൾറെഡി SSCയുടെയോ റെയിൽവേയുടെയൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടല്ലേ, ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തവർക്കറിയാം. അതേ മോഡലിൽ തന്നെയാണ് നമ്മുടെ ആപ്പിനകത്തുള്ള എക്സാംസ് നടക്കുന്നത്. ആ എക്സാം നിങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ എഴുതി നിങ്ങൾ തറോ ആവുമല്ലോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു എക്സാം ഉണ്ടാവും. ഒരു മോഡൽ എക്സാം പോലെ, അതായത് SSCയുടെ പാറ്റേണിൽ ഒരു CGLൻ്റെ പാറ്റേണിൽ ഒരു മോഡൽ എക്സാം ഉണ്ടാവും. ആ എക്സാമിനകത്ത് ഒരു ഇത്ര പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എന്ത് കിട്ടും, ഒരു ഓഫർ ഉണ്ട്. അതായത് നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം നമ്മളൊരു പ്രാക്ടീസ് ബാച്ച് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ചിലർ വേറെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുള്ളവരും നേരത്തെ ബാച്ചിനകത്തൊക്കെ പഠിച്ച് പ്രിലിംസ് കിട്ടിയിട്ട് മെയിൻസ് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വീണ്ടും മെയിൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രാക്ടീസ് ബാച്ച് വെച്ച് കൊടുക്കും. എന്നുവെച്ചാൽ ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്ന ആൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഔട്ട് ചെയ്യാൻ, എക്സാമിന് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് ബാച്ച് വെക്കും. ആ പ്രാക്ടീസ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെയ്ഡ് ബാച്ചായിട്ടായിരിക്കും കൊടുക്കുന്നത്. നേരത്തെ ബാച്ചിലൊക്കെ ഉള്ളവർക്ക് ഒക്കെ പെയ്ഡായിട്ടാണ് കൊടുക്കുന്നത് പ്രാക്ടീസ് ബാച്ച്. അപ്പോൾ അത് നിങ്ങൾക്കും പെയ്ഡായിട്ടാണ്. പക്ഷേ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രയാ 85 ഓക്കെ 87% ഓക്കെ പ്ലസ് 87%, അതായത് 87% കൂടുതൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഈ പ്രാക്ടീസ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോഴേ നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞ അവസാനം കൊണ്ടുവന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നത് ആദ്യം നന്നായിട്ട് പഠിക്കാമെന്ന്, അങ്ങനെ ഒരു എക്സ്ക്യൂസ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറയുന്നത്. 87% കൂടുതൽ ആ സമയത്ത് റിസൾട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഒരു പ്രാക്ടീസ് ബാച്ച് മെയിൻസിനും എല്ലാത്തിനും. ഇത് നമ്മളിപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആണ്, അതിനകത്ത് എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്നും പഠിപ്പിക്കത്തില്ല, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നൊരു ബാച്ച് വെക്കും. അത് നിങ്ങൾക്ക് തരും. ക്ലിയർ ആണോ? അപ്പോൾ അതുപോലെ തന്നെ പുതിയ സ്റ്റുഡൻസ് ഇന്ന് ക്ലാസ്സിനകത്തൊക്കെ ഞാൻ ചില ഡിലേ ആയിട്ട് വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചീറ്റ് ചെയ്തോ എന്നൊന്നും പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങളിവിടെ ഫോണിനകത്ത് അവൈലബിൾ ആയിരിക്കും, അങ്ങനെ പറ്റിച്ചിട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ പുതിയ സ്റ്റുഡൻസും കൂടി ശ്രദ്ധിച്ചോളൂ, പഴയ ആളുകൾക്കൊന്ന് റിവിഷനും കൂടി ആകും. നമ്മൾ ഡയറക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഡയറക്ഷൻസ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, നമ്മൾ മലയാളികളായതുകൊണ്ട് എന്തൊക്കെയാണ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ആ ഡയറക്ഷൻസ് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം മാത്സോ റീസണിങ്ങോ ഒക്കെ പഠിക്കുക, അല്ലെങ്കിൽ ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നോർത്ത്,
ഇത് നമ്മുടെ സൗത്ത്, ഇത് നമ്മുടെ ഈസ്റ്റ്, ഇത് നമ്മുടെ വെസ്റ്റ്. ഓക്കെ, നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്ന് വിചാരിച്ച് നിങ്ങൾ അയ്യോ അറ്റൻഡ് ചെയ്ത ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ച് മടിച്ചിട്ട് മാറരുത്. കാരണം ചിലപ്പം ഞാൻ ഈ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടാണ് ക്ലാസ് കേട്ടോ, ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ടുള്ള ക്ലാസ് ആണ്. അതായത് റീസണിങ്ങിൻ്റെ നിങ്ങളുടെ ഈ ബാച്ചിനകത്ത് അഡീഷണൽ സ്റ്റുഡൻസ് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഡെമോ എടുത്തത് റീസണിങ് ആണ്. ഇതേ ടോപ്പിക്ക് തന്നെയാണ് എടുത്തത്, പക്ഷേ ഡെമോ ആയിരുന്നു. അന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്, അതൊക്കെ ഡെമോ ആയിരുന്നു. ഇത് റെഗുലർ ക്ലാസ് ആണ്. ഇന്ന് റീസണിങ്ങിൻ്റെ ഫസ്റ്റ് റെഗുലർ ക്ലാസ് ആണ്. ബേസ് എന്ന് വെച്ചാൽ ബേസ് ഒന്നും ഇല്ല റീസണിങ്ങിന്, സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. റെഗുലർ റീസണിങ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. വീണ്ടും എല്ലാവരും ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നേരത്തെ പഠിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ എല്ലാവരും ഒരു സസ്പെൻസ്, ഒരു ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞത്, നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ വീണ്ടും കേട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. കേട്ടതാണല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ ഇവിടെ ഓടിപ്പോകരുത്. കാരണം ഞാൻ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഞാൻ നോക്കി വായിക്കുന്ന. ആദ്യം പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എങ്ങും നോക്കിയിട്ടല്ല പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇയേഴ്സായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ നോക്കാതെ പറയുമ്പം ചിലപ്പോൾ അന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ഇതിൻ്റെ കൂട്ടത്തിൽ അന്ന് ഡെമോ ആയിട്ട് എടുത്തതല്ലേ, അപ്പോൾ അതെല്ലാം ഈ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ കവറപ്പായി പോകും കേട്ടോ. ചിലപ്പോൾ അന്ന് പഠിപ്പിച്ച ഓർഡറിലും ആയിരിക്കത്തില്ല ചെയ്യിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസിനകത്തും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം അന്ന് എനിക്ക് ഞാൻ അങ്ങനെ നോക്കിയില്ല, അന്ന് ചെയ്ത ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ കൂടി ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ വിശ്വാസം ചിലപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കോമൺ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാക്സിമം വേറെ ആയിരിക്കും. വേറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വേറെ മെറ്റീരിയൽസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമുക്ക് പല മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അന്ന് എടുത്തതിനകത്തും നല്ല ഇന്ന് ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. പക്ഷേ നമ്മളിപ്പം നിങ്ങളൊരു 5 ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് റീസണിങ്ങിനെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുകയാണെങ്കിൽ 5-നകത്തും കോമൺ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനകത്തും തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ റിപ്പീറ്റേഷൻ വരാവേ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്ഷനാണ്. എങ്ങനെയാണ് ഈ ഡയറക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? ചിലപ്പോൾ ചിലർക്ക് ഡയറക്ഷൻ മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും മൈൻഡിൽ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇന്ത്യയുടെ മാപ്പിനകത്ത് നിങ്ങൾക്ക് അറിയാം നോർത്തേൺ മോസ്റ്റ്, അതായത് നോർത്തേൺ മോസ്റ്റിൽ എന്താണുള്ളത്? ജമ്മു ആണുള്ളത് അല്ലേ. നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരില്ലേ, ഇന്ത്യയുടെ ആ ഒരു തല പോലെ നിൽക്കുന്ന സംഭവം, അതാണ്. ഓക്കെ, അതുപോലെ സതേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? സതേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? കേരളമാണോ? അല്ല, തമിഴ്നാട്, കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ സതേൺ മോസ്റ്റിൽ വരുന്നത് കന്യാകുമാരിയാണ്. അപ്പോൾ സതേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേരളത്തിൻ്റെ രൂപ വരത്തുള്ളൂ. ആ കന്യാകുമാരിയാണ് സതേൺ മോസ്റ്റ്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ്റ്റേൺ ഇന്ത്യ എന്നൊക്കെ പറയത്തില്ലേ, അത് ഏത് പാർട്ടാണ് നിങ്ങൾക്കറിയാവോ? അരുണാചൽ പ്രദേശ്, മേഘാലയ, ത്രിപുര, ആസാം, മണിപ്പൂർ, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ വെസ്റ്റേൺ മോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ എന്താണ് ഈസ്റ്റേൺ മോസ്റ്റ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും മാപ്പിൻ്റെ അത് ഇങ്ങനത്തെ പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പോർഷൻ ഉണ്ടല്ലോ ഇന്ത്യയുടെ. ഓക്കെ, ഇന്ത്യ ഒരു ജസ്റ്റ് ഒന്ന് വരച്ചാണ് ഇന്ത്യയുടെ. അപ്പോൾ ഈ പോർഷൻ ഫുള്ള് ഈസ്റ്റ് ആണ്. എങ്കിലും നമ്മൾ ഇന്ത്യയുടെ ഇവിടെ വന്നിട്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് കുറച്ച് പാർട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക് ഏറ്റവും, ഇത് നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കും, ഈസ്റ്റിലേക്ക് ഏറ്റവും ഇങ്ങോട്ട് നിൽക്കുന്ന ആ പോർഷനാണ് ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാതെ ഇവിടെ പറയുന്നത് കേട്ടോ, ആ സ്റ്റേറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഈസ്റ്റിലേക്ക് നിൽക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്. അപ്പം ഈസ്റ്റിലായിട്ട് വരുന്ന സ്റ്റേറ്റ്സ് വേറെ എന്തൊക്കെയാണ് വരുന്നത്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്സ്. ഓക്കെ ആണല്ലോ. ഇനി വെസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ്, സതേൺ മോസ്റ്റ്, ഈസ്റ്റേൺ മോസ്റ്റ്, വെസ്റ്റേൺ മോസ്റ്റ് ഒക്കെ നമ്മൾ ജോഗ്രഫിക്ക് വേണ്ടി പഠിക്കണം. അപ്പോൾ അത് ആ ക്ലാസ്സിൽ ഞാൻ പറയാം. ഓരോ ഇന്ത്യയുടെ പോയിന്റ്സ്, ലാൻഡ്, അതൊക്കെ നമുക്ക് പറയാം. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഇന്ത്യയുടെ മാപ്പാണ്. നോർത്ത് ഇന്ത്യ ഇവിടെയാണ്, സൗത്ത് ഇന്ത്യ ഇവിടെയാണ്, ഈസ്റ്റ് ഇന്ത്യ ഇവിടെയാണ്, വെസ്റ്റ് ഇന്ത്യ ഇവിടെയാണ്. നിങ്ങൾക്ക് ഓർമ്മയിൽ കിടക്കണം. അതാണ് ഈ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നമ്മളിവിടെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ, മാപ്പ് ഇവിടെ ഇങ്ങനെ തൂക്കി ഇടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ജമ്മു ഒക്കെ മുകളിൽ വരും, കേരളവും തമിഴ്നാടും താഴെ വരും, അരുണാചൽ പ്രദേശൊക്കെ ഈസ്റ്റിലേക്ക് വരും, വെസ്റ്റിലേക്ക് എന്താ വരുന്നത്? കാശ്മീർ, സോറി, ഗുജറാത്ത് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ 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 അപ്പം ഇനി നമ്മൾ ഈ ഡയറക്ഷനെ കൂടാതെ, ഈ ഡയറക്ഷൻ തന്നെ ഞാൻ വേറൊരു രീതിയിൽ പറയാം.
ഇത് നിങ്ങൾ നിങ്ങളുടെ SSCയിലോ റെയിൽവേയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ഡയറക്ഷൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക ക്ലോക്ക് വൈസ് ഇല്ലേ, ക്ലോക്ക് വൈസ് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ കഴിഞ്ഞ നേരത്തെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഇങ്ക് ഇച്ചിരി കുറവായിപ്പോയി. നമുക്കിപ്പോൾ ക്ലിയർ ആക്കാം. ഇതെന്ന് പറയുമ്പം ഇങ്ങനെ പോകുന്ന ഈ ഡയറക്ഷൻ, ഇങ്ങനെ പോകുന്ന ഈ ഡയറക്ഷനില്ലേ, ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഞാൻ വരച്ചത്, അങ്ങോട്ടാണ് ഈ ഡയറക്ഷൻ. ഈ ഡയറക്ഷന് നമ്മൾ പറയുന്ന പേരെന്താണ്? ക്ലോക്ക് വൈസ് എന്നാണ് അല്ലേ, ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണിത്. ഓക്കെ, തിരിച്ച് അങ്ങോട്ടാണെങ്കിലോ, അങ്ങോട്ടാണെങ്കിൽ എന്ത് പറയും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ക്ലോക്കില്ലേ, നമ്മുടെ ക്ലോക്ക് വീട്ടിൽ ക്ലോക്ക് എപ്പോഴും കറങ്ങുന്നത് ഇങ്ങനെയല്ലേ കറങ്ങുന്നത്, ഈ ഡയറക്ഷനിലല്ലേ കറങ്ങുന്നത്. അപ്പം ഈ കറങ്ങുന്നത് ഈ ഡയറക്ഷൻ എന്ത് പറയും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇല്ലേ ഇങ്ങനെ, ഈ ഡയറക്ഷൻ എന്ത് പറയും? ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ഡയറക്ഷനെ നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ടേൺ ചെയ്യാം. ഓക്കെ, ടേൺ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോർത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ക്ലോക്ക് വൈസ് വരുമ്പോൾ ഈസ്റ്റ്, പിന്നെ എന്ത് വരും? സൗത്ത് വരും, പിന്നെ ഇവിടെ നിന്ന് എന്ത് വരും? വെസ്റ്റ്, പിന്നെ വീണ്ടും നോർത്ത്. അങ്ങനെയാണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഈ ഡയറക്ഷനെ ഒന്ന് എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? വീണ്ടും ഞാൻ പ്ലസ് ഇട്ടു. അപ്പോൾ ഇവിടെ നോർത്ത് വരികയാണെന്ന് വെച്ചു, ചെറുതായിട്ട് കാണിക്കാം, ഒരു 3-4 ഫിഗർ വരയ്ക്കാമല്ലോ. ഓക്കെ, ആദ്യം ഞാനൊരു പ്ലസ് ഇട്ടു, കാണാൻ പറ്റുന്നുണ്ടോ റെഡ്? ഇവിടെ നമുക്ക് നോർത്ത് വരികയാണെങ്കിൽ നോർത്ത് എന്ത് ചെയ്തു? ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, നോർത്ത് ഇവിടെ വന്നു, നോർത്ത് ഇവിടെ വന്നു. അപ്പോൾ ഈസ്റ്റ് എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് വരണം അല്ലേ? ഈസ്റ്റ് ഇങ്ങോട്ട് വന്നു. ഇവിടെ കിടക്കുന്ന സൗത്ത് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന വെസ്റ്റ് എങ്ങനെ പോകും? ഇങ്ങനെ വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വീണ്ടും നമ്മളൊന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നോർത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു, നോർത്ത് ഇവിടെ വന്നു വന്നല്ലോ. അപ്പോൾ നോർത്തിന് ശേഷം ആരാണ് ഇരിക്കുന്നത്? ഈസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റ് ഇവിടെ വന്നു. ഓക്കെ, സൗത്ത് എവിടെ വന്നു? ഇവിടെ വന്നു. വെസ്റ്റ് എവിടെ വന്നു? ഓക്കെ, ഇനി നോർത്തും സൗത്തും ജസ്റ്റ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റും വെസ്റ്റും ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. ക്ലിയർ ആണോ? ഇതേ രീതിയിൽ ഇതുപോലെ തന്നെ വേണേൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്യിക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്ത് പറയാം? ഇവിടെ ഇരിക്കുന്ന നോർത്ത് ഞാൻ ഇങ്ങോട്ടാക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ഈസ്റ്റ് ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം ഈസ്റ്റിന് ശേഷം ഇവിടെ എന്ത് വരും? സൗത്ത് വരും. ഇവിടെ എന്ത് വരും? വെസ്റ്റ് വരും. ക്ലിയർ ആയോ? ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് കറക്റ്റായിട്ട് ടേൺ ചെയ്താൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സംഭവം അപ്പം ഇവിടെ ഓപ്പോസിറ്റ് വരും. ആദ്യം രണ്ടെണ്ണത്തിന് കറക്റ്റായിട്ട്, അതായത് നോർത്ത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഈസ്റ്റ് വരുമോ വെസ്റ്റ് വരുമോ എന്ന് നിങ്ങൾ സൗത്ത് വരുമോ എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒരെണ്ണം ക്ലിയർ ആണ്. ബാക്കി എന്താണ്? ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും വെസ്റ്റ് ആയിരിക്കും, നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും സൗത്ത് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഈ ഞാനിങ്ങനെ വരച്ചതിനെ ബേസ് ചെയ്തിട്ട് എന്ത് വരും? ക്വസ്റ്റ്യൻസ് വരും. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ തെറ്റിക്കും. ഓക്കെ, അറിയാം, സിമ്പിളാണ്, എല്ലാം ആണ്, പഠിച്ചിട്ട് പോകും, പ്രാക്ടീസ് ചെയ്തു പോവും, എല്ലാം പോവും. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സിമ്പിളാണെന്നുള്ള ഒരു മൈൻഡ് ഷിപ്പ് നമുക്ക് മൈൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നിനെ ഈസി ആയിട്ട് വിചാരിച്ച് സിമ്പിളാണെന്ന് വിചാരിച്ച് ആ ഒരു ലേസിനെസ്സിൽ പോവരുത്. കാരണം അവിടെ ചെന്നിട്ട് സാധാരണ ശരിക്കും പറഞ്ഞാൽ ഇവൻ ഞാൻ പോലും എന്താ പറയുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലെ എക്സാമിനൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ആ ഒരു അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ തെറ്റിച്ചിട്ട് വരും. പിന്നെ ഓർക്കും ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ മണ്ടത്തരം കാണിച്ചിട്ട് വന്നല്ലോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇത് മറന്നു പോകരുത്. എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഡയറക്ഷനെ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ്റെ പൊസിഷൻ തിരിക്കുന്ന സമയത്ത് തെറ്റാതിരിക്കാൻ സൂക്ഷിക്കുക, വളരെ കെയർഫുൾ ആകുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ അത്രയും? ഓക്കെ, തുടച്ചോട്ടെ. ഇത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ചെറുതായിട്ടൊക്കെ വരച്ച് വെച്ചോ. പിന്നീട് അതേ രീതിയിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ഞാൻ എന്തൊക്കെ ക്ലാസ്സിൽ പറയുന്നതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ബോർഡിൽ വരച്ചു അതൊക്കെ നിങ്ങൾ പിന്നീട് വരച്ച് നോക്കണം കേട്ടോ. കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷേ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്.
കഴിഞ്ഞോ ഇത്? കുറച്ചോട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ ഡയറക്ഷനകത്ത് നമ്മൾ വീണ്ടും ഇപ്പം നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ തരാൻ പോകുന്നത് ഇന്നെനിക്ക് തോന്നുന്നു സയൻസിൻ്റെ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് ആയിരിക്കും ഇതിന് ശേഷം വരുന്നത്. അപ്പം ഒരു ചെറിയ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ലൈവിൽ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. കാരണം ഇത് ഓൾറെഡി പല ബാച്ചിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ സബായിട്ടുള്ള കുറച്ച് ഡയറക്ഷൻസ് വരും. ഇപ്പോൾ നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ എന്ത് വരും? നോർത്ത് ഈസ്റ്റ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ്. പിന്നെ ഈസ്റ്റിനും സൗത്തിനും ഇടയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്. കറക്റ്റ് മിഡിൽ പറഞ്ഞൊന്നും ഇല്ലേ, ഞാനൊന്ന് തുടച്ച് വരച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ ഇവിടെ ഇത്രയും പോർഷനകത്ത് എവിടെ വന്നാലും സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിലോ സൗത്ത് വെസ്റ്റ്. നോർത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിലോ നോർത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? മാർക്ക് ചെയ്തോളൂ, നിങ്ങൾ ബുക്കിൽ മാർക്ക് ചെയ്തോളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഡയറക്ഷൻ 4 എണ്ണമാണ് വരുന്നത്. സബ് 4 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 എണ്ണം വന്നു. ഇനി മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ്. ഓക്കെ, ഈ മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയാം. നിങ്ങൾ ആംഗിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ജിയോമെട്രിക്കകത്ത്. ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര വരും? 90 ഡിഗ്രി വരും അല്ലേ? ഇതും 90 ഡിഗ്രി, വീണ്ടും 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇനി ആ സബായിട്ടുള്ള, അതായത് ഒരു മെയിൻ ആംഗിളും ഒരു മെയിൻ ആയിട്ടുള്ള ഡയറക്ഷനും ജസ്റ്റ് നെക്സ്റ്റിലുള്ള എന്താ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡയറക്ഷനും അതിൻ്റെ ജസ്റ്റ് നെക്സ്റ്റിലുള്ള സബ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിഫറൻസ് എത്ര വരും? 45 ഡിഗ്രി വരും. ആണല്ലോ? ഇത് തമ്മിലാണെങ്കിൽ 45 ഡിഗ്രി. ഏതിനകത്താണെങ്കിലും ഏതെടുത്താലും 45. മറ്റേടത്തൊക്കെ ഞാൻ എഴുതിയേക്കുന്നതുകൊണ്ടാണ്. ഏതെടുത്താലും 40. സബായിട്ടുള്ള ഒരെണ്ണവും അതിൻ്റെ ജസ്റ്റ് നെക്സ്റ്റിലുള്ള മെയിൻ ഡയറക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 45 ഡിഗ്രി വരും ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഓപ്പോസിറ്റുള്ള ഇപ്പം നോർത്തും സൗത്തും തമ്മിൽ എത്ര ആംഗിളിൻ്റെ ഡിഫറൻസ് വരും? 180. അറിയാമല്ലോ? സ്ട്രൈറ്റിൽ 180. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രൊട്രാക്ടർ ഉണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ടല്ലേ നിങ്ങൾ സ്കൂളിൽ ജിയോമെട്രി പഠിക്കുന്ന സമയത്ത് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ. കൺസ്ട്രക്ഷൻ ഇല്ല, അല്ലാതെ ജിയോമെട്രി പഠിക്കണം. കൺസ്ട്രക്ഷൻ ഒന്നും ചോദിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ പ്രൊട്രാക്ടറിനകത്താണല്ലോ. അപ്പോൾ പ്രൊട്രാക്ടറിനകത്ത് നിങ്ങൾക്ക് അറിയാലോ 180 എന്ന് പറയുമ്പോൾ താഴത്തെ ആ ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ബേസ്, അതിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈനാണ് എന്താ പറയുന്നത്? 180 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 180. പിന്നെ നിങ്ങൾക്കറിയാം, അപ്പം നോർത്തും സൗത്തും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്ര വരും? 180 വരും. ഈസ്റ്റും വെസ്റ്റും ആണെങ്കിൽ 180 വരും. സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റൂടെ ആണെങ്കിൽ 180 വരും. സൗത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റൂടെ ആണെങ്കിൽ 180 വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ. മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 360 വരും. മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 വരും. ആണല്ലോ? ഒരു സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വന്നു. ഒരു 90 പ്ലസ് ഒരു 45 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 135 വരും. 90 പ്ലസ് 45 എത്രയാണ്? 135 വരും. അതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ടോ. ഞാനൊരു കാര്യം പറയാം, മാത്സിൻ്റെ നമ്മുടെ ഈ SSCയുടെ പ്രിപ്പറേഷൻ്റെ ബേസിസിൽ നിങ്ങൾ ഒരു കാൽക്കുലേഷനും ചെയ്യാൻ നിങ്ങളുടെ കാൽക്കുലേറ്ററിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ സ്ലോ ആയി പോകും കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്പീഡിൽ എത്താൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാരണവശാലും എത്ര ബുദ്ധിമുട്ടിയാലും 10 പ്രാവശ്യം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താലും 10 പ്രാവശ്യം 20 പ്രാവശ്യവും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തെറ്റി ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ കാൽക്കുലേറ്ററെ ഡിപ്പെൻഡ് ചെയ്യുകയേ ചെയ്യരുത്. എല്ലാവരും ഗ്രാജുവേഷനിലോട്ട് പോയപ്പോൾ എല്ലാവരും കാൽക്കുലേറ്ററോമാനി ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ക്ലിയർ ആയോ? 90 + 45 135. എന്താ 135 വെച്ചിട്ട് എപ്പോഴും ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിഞ്ഞ ഡെമോയിലൊന്നും ഞാൻ ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടെ നമ്മളിപ്പോൾ ചെയ്യുവേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മറ്റു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മളോട് പറയും, എന്താ പറയുക, ഒരാൾ ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ചിലപ്പോൾ നമ്മളോട് ഡയറക്ഷൻസ് തന്നിട്ട് പറയും, ഒരാൾ ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നോർത്തിലേക്ക് പോയി, സൗത്തിലേക്ക് തിരിഞ്ഞു, വെസ്റ്റിലേക്ക് പോയി, അവിടെ നിന്ന് അയാൾ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു, അങ്ങനെയൊക്കെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ അതല്ലാതെ നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ട്രാവൽ ചെയ്ത് കുറച്ച് ചിലപ്പോൾ മെഷർമെൻറ്റ് പറയും, ചിലപ്പോൾ മെഷർമെൻറ്റ് പറയത്തില്ല, ചിലപ്പോൾ മെഷർമെൻറ്റ് പറയാതെ പറഞ്ഞ് കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷം അയാൾ റൈറ്റ് വേർഡ് ടേൺ ചെയ്തു, അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ടേൺ ചെയ്തു, എഗെയിൻ റൈറ്റ് വേർഡ് പോയി, ലെഫ്റ്റ് വേർഡ് പോയി, അങ്ങനെ നമുക്ക് തരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്, ഈ ഡയറക്ഷൻ്റെ ചാപ്റ്ററിനകത്ത് ആ ട്രാവൽ ചെയ്യുന്ന ആളിനെ, അല്ലെങ്കിൽ മൂവ് ആകുന്ന എന്ത് എലമെൻ്റ് ആണെങ്കിലും, ചിലപ്പം മനുഷ്യനാകാം, ചിലപ്പം എന്തെങ്കിലും വെഹിക്കിൾ പറയാം. ഫോർ എക്സാമ്പിൾ ട്രെയിനിൻ്റെ ഒക്കെ പറയാം. അപ്പം ട്രെയിൻ മൂവ് ചെയ്യുന്നതൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് പറയും, ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് ഇത് പറയും. അതല്ലെങ്കിൽ ടേണിങ്ങിൻ്റെ നമ്മൾ ഏത് വേയിലോട്ട് ടേൺ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് വേർഡ് റൈറ്റ് വേർഡ്, ലെഫ്റ്റ് വേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ ടേൺ ചെയ്യിക്കണം എന്നാണ് നമ്മൾ ഡയറക്ഷൻ അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാണ്. അപ്പം റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണും ക്ലോക്ക് വൈസ് കണ്ടപ്പോഴത്തെ, അപ്പോൾ നമ്മളോട് എപ്പോൾ റൈറ്റ് ടേൺ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ചെയ്യണം. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്. ഓക്കെ, അതായത് ഇതെങ്ങനെ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ. അത് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യു ആർ റൈറ്റ് എന്ന്, നിങ്ങൾ കറക്റ്റാണ് ചെയ്തതെന്ന് നമ്മൾ യു ആർ റൈറ്റ് പറയും. അപ്പോൾ റൈറ്റിന് എന്താ കറക്റ്റ് എന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ വീട്ടിലെ ക്ലോക്ക് കറക്റ്റായിട്ട് ഓടുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ആകുന്നത്? ക്ലോക്ക് കറക്റ്റായിട്ടാണ് ഓടുന്നതെങ്കിൽ ക്ലോക്ക് വൈസിൽ ഓടും. എന്നാൽ നിങ്ങൾ ചോദിക്കാം, കേടായിരിക്കുന്ന ക്ലോക്കും റൈറ്റ് വേർഡ് പതുക്കെ മൂവ്, അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, റൈറ്റായിട്ട് മൂവ് ആകുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മൂവ് ആകുമ്പോൾ ക്ലോക്ക് റൈറ്റ് വേർഡിൽ തന്നെ മൂവ് ആകത്തുള്ളൂ, ലെഫ്റ്റ് വേർഡ് തിരിയത്തില്ല. ഓക്കെ, അപ്പം റൈറ്റിലേക്ക് തിരിയുന്ന ക്ലോക്ക് ആയതുകൊണ്ട്, ക്ലോക്ക് റൈറ്റിലേക്കാണ് കറക്റ്റായിട്ടിരിക്കുമ്പോൾ, അതായത് റൈറ്റായിട്ടിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് തിരിയുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പം നമ്മളോട് റൈറ്റ് വേർഡ് ടേൺ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ടേൺ ചെയ്യണം? ക്ലോക്ക് വൈസ് ചെയ്യണം. ക്ലിയർ ആയോ? എപ്പോഴൊക്കെ നിങ്ങളോട് റൈറ്റ് വേർഡ് ടേണിങ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് രീതിയിൽ ടേൺ ചെയ്യിക്കാവുള്ളൂ? ക്ലോക്ക് വൈസേ ടേൺ ചെയ്യിക്കാവുള്ളൂ. ഓക്കെ, ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരും, എന്താണ്? ലെഫ്റ്റ്. എപ്പം നിങ്ങളോട് ലെഫ്റ്റ് വേർഡ് ടേൺ ചെയ്യിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലോട്ട് തിരിയണം? ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തിരിയണം. പിടി കിട്ടിയോ? എപ്പോൾ ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് രീതിയിൽ തിരിയണം? ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പുതിയതായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. ശ്രീരാജ്, ഹേമന്ത്, പിന്നെ ആരൊക്കെയായിരുന്നു? അൻസിൽ, പിന്നെ ചന്ദന, ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് അല്ലേ? പെട്ടെന്ന് പറഞ്ഞോ. ക്ലിയർ ആയിട്ടുണ്ടോ കാര്യങ്ങൾ? ഞാൻ തുടച്ചോട്ടെ? സ്പീഡാണെങ്കിലൊക്കെ പറയണം കേട്ടോ. സ്പീഡ് പോവുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണേ. നേരത്തെ ക്ലാസ്സിൽ ആംഗിൾസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ആംഗിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഡെമോ എടുത്തപ്പോൾ ആംഗിൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ആംഗിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതും എല്ലാവർക്കും മറ്റുള്ളവർക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ? പഴയ സ്റ്റുഡൻസിന്
രഞ്ജിത്ത്, ശ്യാമ, കാവ്യ, സഞ്ജന, പിന്നെ ആരായിരുന്നു, ആർഷ, അഞ്ജു, വരുൺ, യമുന, ചന്ദന. ക്ലിയർ ആണല്ലോ? കുറച്ചോട്ടെ ഇവിടേക്കാണ്. ഓക്കെ 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 ക്ലിയർ ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഓക്കെ ശരി, ഗുഡ്. നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്താലോ? എല്ലാവരും ഓക്കെ റെഡി ആണല്ലോ? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആണല്ലോ? ഞാൻ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എടുത്തോ. ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തോളൂ. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാനൊന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എല്ലാവരും ബുക്കും പെന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ? പേപ്പറും പെന്നൊക്കെ എടുത്ത് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഇഫ് സൗത്ത് ഈസ്റ്റ് ഈസ് കോൾഡ് ഈസ്റ്റ്, if southeast is called east, northwest is called west, northwest is called west, southwest is called south, southwest is called south, so on. What will north be called? Okay, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? സൗത്ത് ഈസ്റ്റിനെ ഈസ്റ്റ് എന്ന് വിളിക്കുകയാണ്, നോർത്ത് വെസ്റ്റിനെ നമ്മൾ വെസ്റ്റ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സൗത്ത് വെസ്റ്റിനെ നമ്മൾ സൗത്ത് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി നോർത്തിനെ എന്ത് വിളിക്കും? നോർത്ത് എന്ന് എന്തിനെ വിളിക്കുന്നില്ല, നോർത്തിനെ എന്ത് വിളിക്കും? ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടോ? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത്? ഓപ്ഷൻ ഇട്ടിട്ടുണ്ടോ സാറ്? ഓപ്ഷൻ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓപ്ഷൻ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു സാർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്താ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള സ്പീഡ് വരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്ഷൻ അങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 8 ഡയറക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെ 8 ഡയറക്ഷൻസ് അങ്ങ് മാർക്ക് ചെയ്യുകയാണേ. എല്ലാം കൂടെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ നോർത്താണ് ആണല്ലോ. ഈസ്റ്റ് ഇതാണ് വരുന്നത്, നോർത്ത് ഈസ്റ്റ് വരും. ഇത് സൗത്ത് ഈസ്റ്റ് വരും, സൗത്ത് വരും, പിന്നെ സൗത്ത് വെസ്റ്റ് വരും, വെസ്റ്റ് വരും, നോർത്ത് വെസ്റ്റ് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇങ്ങനെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളോട് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? സൗത്ത് ഈസ്റ്റിനെ ഈസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, സൗത്ത് ഈസ്റ്റിനെ എന്ത് വിളിക്കുന്നത്? ഈസ്റ്റ് എന്ന് വിളിച്ചു. ഇത് നമ്മൾ ഈസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? നോർത്ത് വെസ്റ്റിനെ വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് എവിടെ? നോർത്ത് വെസ്റ്റ് പറഞ്ഞു. ഓക്കെ, നോർത്ത് വെസ്റ്റിനെ വെസ്റ്റും പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? സൗത്ത് വെസ്റ്റിനെ സൗത്ത് പറഞ്ഞു. സൗത്ത് വെസ്റ്റിനെ സൗത്ത് പറഞ്ഞു. ഓക്കെ, സൗത്ത് വെസ്റ്റിനെ സൗത്ത് പറഞ്ഞു. സോ ഓൺ എന്ന് പറഞ്ഞു. സോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡയറക്ഷൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോയിട്ട് എല്ലാം ഇരുന്ന് അങ്ങ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി എഴുതിയ സമയങ്ങളുണ്ട്. ആദ്യം ഈ 8 ഡയറക്ഷൻസ് നമ്മൾ വരച്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കത്തെ ഡയറക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുത്ത് ഗ്രാജുവലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൗത്തും തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ബാക്കിയുള്ളത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് എക്സാമിന് സമയം കളയാൻ ഓരോ ഇത് എഴുതുമ്പോൾ നമുക്ക് ഓരോ സെക്കൻഡ്സ് വേസ്റ്റ് ആകുകയാണ്. അപ്പോൾ അങ്ങനെ സമയം കളയുന്നത് 10 സെക്കൻഡിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് കേട്ടോ.
അപ്പം ഇനി നമ്മളോട് പറഞ്ഞെന്താണ്, അങ്ങനെയാണെങ്കിൽ നോർത്തിനെ എന്ത് വിളിക്കും എന്ന് ചോദിച്ചത്. എന്താണ് നോർത്ത് എവിടെയാണെന്നല്ല ചോദിച്ചത്, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതനുസരിച്ച് നോർത്ത് എവിടെ വരുമെന്ന് നോക്കുക. അപ്പം അത് എവിടെ വരുമെന്നല്ല, ഈ പഴയ ഫിഗറിനകത്ത് നോർത്ത് ഉണ്ടല്ലോ, ആ നോർത്തിനെ നമ്മൾ എന്താണ് വിളിക്കാൻ പോകുന്നതെന്നാണ് നോക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പം നോർത്ത് എവിടെയാണ് വരുന്നത്? ഈ രണ്ട് ലൈൻസിന് മുകളിലല്ലേ, മിഡിലല്ലേ വരുന്നത്? ഈ ലൈനും ഈ രണ്ട് ലൈൻസിന് മിഡിലായിട്ടാണ് നോർത്ത് വരുന്നത്. അപ്പോൾ ഈ ലൈൻ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? വെസ്റ്റ്. ഓക്കെ, ഈ ലൈൻ നമുക്ക് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഓപ്പോസിറ്റിൽ വരുന്നത് നോർത്ത് ആണെങ്കിൽ സൗത്ത്, ഈസ്റ്റ് ആണെങ്കിൽ വെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൗത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ, പറയാമല്ലോ. എന്ത് വരും ഓപ്പോസിറ്റ്? എന്ത് വരും പറഞ്ഞോളൂ? നോർത്ത് വന്നു. ക്ലിയർ ആണോ? നോർത്ത് വന്നു. അപ്പം നോർത്തും വെസ്റ്റും ആണ്. അപ്പം അതിൻ്റെ മിഡിൽ എന്ത് വരും? നോർത്ത് വെസ്റ്റ് വരും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നോ? ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഫോണിലായിരുന്നു കമൻറ്റ്, ഫോണിൽ നോക്കിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിൽ ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് സിസ്റ്റത്തിൽ നോക്കണം. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ക്ലിയർ ആയോ? നോർത്ത് ഈസ്റ്റ് അല്ല, നോർത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ പറയാം. നമുക്ക് ആദ്യം നമ്മുടെ ഡയറക്ഷൻസ് എഴുതി, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? സൗത്ത് ഈസ്റ്റ്, അതായത് നമ്മൾ വരച്ച ഫിഗറിനകത്ത് സൗത്ത് ഈസ്റ്റിനെ ഈസ്റ്റ് എന്ന് വിളിക്കാം. പിന്നെ പറഞ്ഞു നോർത്ത് വെസ്റ്റിനെ വെസ്റ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞു സൗത്ത് വെസ്റ്റിനെ സൗത്ത് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം സൗത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? നോർത്ത് വരും. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് നോർത്തിനെ എന്താണ്, അതായത് നമ്മൾ ആദ്യം വരച്ച ഫിഗറിനകത്ത് നോർത്തിനെ പുതിയ പുതിയ രീതിയിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തിയല്ലോ. അപ്പം പഴയ ഫിഗറിലെ നോർത്തിനെ പുതിയ അറേഞ്ച്മെൻറ്റ് പ്രകാരം എന്ത് വിളിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? നോർത്ത് വെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? നോക്കട്ടെ മിസ്, നോർത്ത് വെസ്റ്റ് ഈസ് കോൾഡ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് വെസ്റ്റിനെ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യണ്ടേ? ഓക്കെ, നോർത്ത് വെസ്റ്റിനാണല്ലോ വെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോർത്ത് വെസ്റ്റിനെ വെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. നോർത്ത് വെസ്റ്റ് എന്താണ്? വെസ്റ്റ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് എന്താണ്? നോർത്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റ് നോർത്തും ആണെങ്കിൽ രണ്ടിൻ്റെയും മിഡിലായിട്ട് കോമൺ ആയിട്ട് ഇതിൽ നിന്ന് തന്നെ പറയാം. എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? നോർത്താണ് വരുന്നത് അല്ലേ? പഴയ ഫിഗറിനകത്ത് നോർത്താണ് വരുന്നത്. ഇപ്പം പുതിയ ഫിഗർ അനുസരിച്ചിട്ട് വെസ്റ്റിനും നോർത്തിനും മിഡിൽ എന്ത് വരും? നോർത്ത് വെസ്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോണേ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത് ഇപ്പം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരുന്നോ? ആണോ? ഉണ്ടോ? മാത്സിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ഡെമോ എടുത്തില്ലായിരുന്നു. മാത്സിൻ്റെ ഡെമോ എടുത്തപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ആപ്പിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമായിരുന്നല്ലോ. ആപ്പിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ചിലരൊക്കെ മാത്സ് ഡെമോ ഒക്കെ യൂട്യൂബിനകത്ത് മാത്രം കണ്ടവരുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അത് കാണാൻ പറ്റാത്തവർ, അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഇരിപ്പുണ്ടോ ക്ലാസ്സിൽ? ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്, നിങ്ങളുടെ കയ്യിൽ ആപ്പിനകത്ത് തന്നെ, ബാക്കൊന്നും അടിക്കാതെ തന്നെ. അപ്പോൾ നിങ്ങളത് കാണാൻ പറ്റാത്തവരോ അല്ലെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എഴുതിയെടുത്തോ? ക്ലിയർ ആണോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണേ.
അപ്പം ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതി എടുത്ത് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ബോർഡിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ബോർഡിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ആൻസർ ഫുള്ളി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ആ ക്വസ്റ്റ്യൻസ് ബാലൻസ് എഴുതി എടുക്കാനുള്ളത് അങ്ങ് എഴുതി എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ 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 എഴുതിയെന്ന് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരുന്നു സോൾവ് ചെയ്തത് കേട്ടോ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ വായിക്കുകയാണ്. ഇഫ് സൗത്ത് വെസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ്, സോറി ഒരു മിനിറ്റ്, ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26. ഇഫ് നമ്മൾ 26 അല്ല, എന്താ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയോ. ഇഫ് സൗത്ത് വെസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് ഈസ് കോൾഡ് സൗത്ത് ഈസ്റ്റ്, വാട്ട് വിൽ സൗത്ത് ബി കോൾഡ്? ഓക്കെ, വാട്ട് വിൽ സൗത്ത് ബി കോൾഡ്? നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കാവോ? വേണമെങ്കിൽ ഇതും കൂടി ഞാൻ ചെയ്യാം. ഓക്കെ, ഇതും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിനകത്ത് സൗത്ത് ബി കോൾഡ്. ഓക്കെ, നമുക്ക് ഡയറക്ഷൻസ് ആദ്യം ചെയ്യാം. ഇത് നമ്മുടെ നോർത്താണ്, ഇത് നമ്മുടെ സൗത്ത് ആണ്, ഇത് നമ്മുടെ ഈസ്റ്റ് ആണ്, ഇത് നമ്മുടെ വെസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ഇല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ തെറ്റാതിരിക്കാൻ വേണ്ടി ഈ പ്ലസ് സിമ്പിൾ ഇല്ലേ, ഈ പ്ലസ്സിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ബുക്കിൻ്റെ സൈഡിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഈ പേജിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടേക്കണം കേട്ടോ. ഇങ്ങനെ വരച്ചിട്ടേക്കണം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല കേട്ടോ. അല്ലാതെ നിങ്ങളിരിക്കുന്ന സ്ഥലത്തെ നോർത്ത് എവിടാ വെസ്റ്റ് എവിടാന്ന് നോക്കിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ, തെറ്റിപ്പോവും. നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ഒരിടത്തായിരിക്കത്തില്ലല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ചിലർ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാം. സൗത്ത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സൗത്ത് വെസ്റ്റിനെ നോർത്ത് ഈസ്റ്റ്. സൗത്ത് വെസ്റ്റ് എവിടെയാ? സൗത്ത് ഈസ്റ്റ്. സൗത്ത് വെസ്റ്റിനെ നോർത്ത് ഈസ്റ്റ് അല്ലേ? സൗത്ത് വെസ്റ്റിനെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നു. സൗത്ത് വെസ്റ്റിനെ നോർത്ത് ഈസ്റ്റ് പറയുന്നു. പിന്നെ എന്ത് പറയുന്നത്? നോർത്ത് വെസ്റ്റിനെ സൗത്ത് ഈസ്റ്റ് അല്ലേ? നോർത്ത് വെസ്റ്റ് എവിടെയാ? നോർത്ത് വെസ്റ്റിനെ എന്ത് പറയും? സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ഇസ് കോൾഡ് സൗത്ത് ഈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ സൗത്തിനെ എന്ത് പറയും? എന്താ പറയുന്നത്? ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇരുന്ന് വരയ്ക്കരുതേ. ഓക്കെ, ഇത് നോർത്ത് ഈസ്റ്റ് ആണ് അല്ലേ? ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. നേരത്തെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? നോക്കിയോ, റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് ആദ്യം നോക്കണം. നോർത്ത് ഈസ്റ്റ് ഇവിടെയാണ്, പിന്നെ നമുക്കിത് സൗത്ത് ഈസ്റ്റ് ഇവിടെയാണ്. നേരത്തെ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ്, ഇത് നിങ്ങളുടെ സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണല്ലോ ഇത് ക്ലോക്ക് വൈസ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ അല്ലെങ്കിൽ തെറ്റിപ്പോവുക എക്സാമിന്, സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. മുന്നിൽ ആര് വരും? സൗത്ത് ഈസ്റ്റ്, ബാക്കിൽ നോർത്ത് ഈസ്റ്റ്. ഇവിടെ എങ്ങനെയായിരുന്നോ നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ സൗത്ത് ഈസ്റ്റ്, ബാക്കിൽ നോർത്ത് ഈസ്റ്റ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നോക്കണം, തിരിഞ്ഞാണോ വരച്ചേക്കുന്നത് നോക്കണം കേട്ടോ. അപ്പോൾ പലരും ഡിഫറെൻ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും തിരിച്ച് വരച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്ന കാര്യം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ക്ലോക്ക് വൈസ് ആണ്. അപ്പം നേരത്തെ നോക്കിയാൽ മതി. നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റും അതാണ് തന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൻ്റെ ഇടയ്ക്ക് എന്തായിരുന്നു നമുക്ക് തന്നത്? ഈസ്റ്റ് ആണ് അല്ലേ? അപ്പം നോർത്ത് ഈസ്റ്റ്
നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സൗത്തിന് എന്താ പറയുന്നത്? ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. ഇത് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് ഈസ്റ്റിന് മുന്നേ ഉള്ളത് ഏതാണ്? നോർത്ത് ഈസ്റ്റിന് മുന്നേ ഉള്ളതാണ് നോർത്ത്. അപ്പോൾ ഇത് ഏത് വരും? നോർത്ത് വരും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു 180 ഡിഗ്രിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അത് നോക്കിയോ, നോർത്ത് ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റ് വന്നു അല്ലേ? നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ആണല്ലോ 180 ഡിഗ്രി നിൽക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന സൗത്ത് വെസ്റ്റ് അല്ലേ ഇവിടെ പോവുക അല്ലേ? എളുപ്പം കണ്ടുപിടിക്കാം. നോർത്ത് ഈസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റിനകത്ത് അങ്ങനെ വേണം നോക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെ ഓപ്പോസിറ്റ് അങ്ങ് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? നോർത്ത് ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? സൗത്ത് വെസ്റ്റ്. ഇവിടെ സൗത്ത് ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് നോർത്ത് വെസ്റ്റ്. അപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഇവിടെ പോകുമ്പോൾ ഇവിടെ എന്ത് വരും? അത് വരും. അതേപോലെ സൗത്ത് അവിടെ പോവുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? നോർത്ത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? നമ്മുടെ കറക്റ്റ് ആൻസർ നോർത്ത് പറഞ്ഞിട്ടുള്ളവരാണ് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ചെയ്തവർ തെറ്റാണേ. ഇപ്പോൾ ക്ലിയർ ആയോ? ഇപ്പോൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്ത് പറയണോ? സ്ലോലി പറയണോ? സ്പീഡാണെങ്കിൽ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോ, ആൻസർ സോൾവ് ഔട്ട് ചെയ്തോ. ക്ലിയർ ആയോ? എല്ലാവരും ഇവിടെ പോയി? ശ്യാമ, ഓക്കെ. ശ്യാമ, കാവ്യ മനസ്സിലാവുന്നുണ്ടോ? ചന്ദന, ആർഷ, യമുന, സഞ്ജന, വരുൺ, ശ്രീരാജ്, യമുന, ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? 1-2 പേര് ക്ലാസ്സിലില്ലല്ലോ. അഞ്ജു ഇല്ല. അഞ്ജു ആണോ? ഇല്ല. അഖിലില്ല അല്ലേ? അഖിലില്ലല്ലോ. തെറ്റായിട്ട് ഈസ്റ്റ് ആൻസർ ചെയ്തവർക്കൊക്കെ ക്ലിയർ ആയോ? നോർത്ത് എങ്ങനെയാ വന്നതെന്ന്? നോർത്ത് പറഞ്ഞവരും ഉണ്ടായിരുന്നു, ഈസ്റ്റ് പറഞ്ഞവരും ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പം ഞാൻ തുടക്കുകയാണേ. റിപ്പീറ്റ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തുടക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞല്ലോ? ആർഷ, ശ്രീരാജ്, ശ്യാമ എല്ലാവരും എഴുതിയോ? ഹേമന്ത്, ചന്ദന എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? അൻസിൽ, രഞ്ജിത്ത് ക്ലിയർ ആയി. കാവ്യ അടുത്ത നമ്മൾക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചോ എല്ലാവരും? സൗത്ത് ഈസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് വെസ്റ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുന്ന സമയത്തെ ഇങ്ങനെ എഴുതിയാൽ മതി. നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. SCNW എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്രയും എഴുതുന്നത് കുറയ്ക്കാമല്ലോ. ഓക്കെ, എത്രയും ടൈം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. ക്ലിയർ ആയോ? South east is called north east. North east is called south west. South west is called south east. What will north west be called? എല്ലാവരും സെൽഫായിട്ട് ചെയ്തേ. എല്ലാവരും സെൽഫായിട്ട് ചെയ്തേ നോക്കട്ടെ. ചെയ്തേ ഒന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 3 എല്ലാവരും ഒന്ന് സെൽഫായിട്ട് ചെയ്തേ. ആൻസേഴ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ.
ആർക്കെങ്കിലും ചെയ്തിട്ട് തെറ്റുവാണെങ്കിൽ ഞാൻ ആൻസർ പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം നിങ്ങൾക്ക് ഹോംവർക്ക് തരാവേ. 4 and 5. ക്വസ്റ്റ്യൻ നമ്പർ 4, 5 നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ ഇപ്പം തന്നെ സോൾവ് ഔട്ട് ചെയ്ത് കാണിക്കുക. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 ഇപ്പം തന്നെ ചെയ്യുക. ഹോംവർക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എനിക്കത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം വാട്സപ്പിൽ കേട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ. വീട്ടുകാരുടെ പൈസ വാങ്ങിച്ച് എനിക്ക് തന്നിട്ട് അവരെ പറ്റിക്കുവാണോ എന്ന് അറിയണ്ടേ. അവരെയും പറ്റിക്കും എന്നെയും പറ്റിക്കും. പക്ഷേ പിന്നീട് മനസ്സിലാകും നമ്മളെ തന്നെയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ പറ്റിച്ചുകൊണ്ട്. കാരണം ഒരു സമയം കഴിയുമ്പോൾ ഞാനും ഉണ്ടാകത്തില്ല, ഹെൽപ്പിന് പേരൻസ് ഉണ്ടാകത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ഒരിക്കലും ചീറ്റ് ചെയ്യരുത്. ഓക്കെ, ആൻസേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ, രഞ്ജിത്ത് കറക്റ്റ്, യമുന കറക്റ്റാണ്, സഞ്ജന കറക്റ്റാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്തോ ബാക്കിയുള്ളവർ. ഓക്കെ, ആർഷ കറക്റ്റ്, അൻസിൽ കറക്റ്റാണ്. ഓക്കെ, ആർഷയ്ക്ക് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടോ? ആർഷ റിപ്പീറ്റ് ചെയ്തിട്ട് ആർഷയുടെ കമൻസ് വരുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വരുൺ ഓക്കെ. ബാക്കിയുള്ളവർ ചന്ദന, കാവ്യ കിട്ടിയോ? ശ്രീരാജ്, ഓക്കെ. ചന്ദന ഓക്കെ കറക്റ്റാണ്. ശ്രീരാജ്, കാവ്യ എവിടെ പോയി? ചെയ്യാൻ പറ്റിയോ? കിട്ടുന്നുണ്ടോ? ഓക്കെ. ശ്രീരാജ് എവിടെ പോയി? പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 4 and 5 ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം, നിങ്ങളത് ആൻസർ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഞാൻ 4 എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് വേറെ ഒന്നും എടുക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് കിടക്കുന്നത് ഇതാണ്: ഇഫ് നോർത്ത് ഈസ് കോൾഡ് സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഈസ് കോൾഡ് ഈസ്റ്റ്, വെസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഈസ് കോൾഡ് നോർത്ത്, വാട്ട് വിൽ ഈസ്റ്റ് ബി കോൾഡ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് വേണമെങ്കിൽ സാർ ഇച്ചിരി എക്സ്ട്രാ ടൈം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് പിന്നീട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആപ്പിനകത്ത് അവൈലബിൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എഴുതിയെടുത്താൽ മതി, ഹോംവർക്കൊക്കെ പിന്നീട് എഴുതിയെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4 ക്ലിയർ ആയല്ലോ? എന്താണ്? ഹോംവർക്കാണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ ആണ്. കാവ്യ ഇതിൻ്റെ ആൻസർ ആ നോർത്ത് ഈസ്റ്റ് പറഞ്ഞത്. നോർത്ത് ഈസ്റ്റ് അല്ല കാവ്യ. ഇപ്പം നമ്മുടെ 3rd ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ നമ്മൾ ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയണം. നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. തെറ്റായിട്ട് എന്താ പറയുക, ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റിച്ചതാണെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. സൗത്ത് വെസ്റ്റ് 3rd ക്വസ്റ്റ്യൻ സൗത്ത് വെസ്റ്റ് കിട്ടാത്തവർ തെറ്റാണേ. മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ആൻസേഴ്സ് വരാനുള്ളവരും ഉണ്ട്, ചെയ്തിട്ടുള്ളതിന് അത് തെറ്റിച്ചവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ. 3rd ക്വസ്റ്റ്യൻ്റെ ആൻസർ സൗത്ത് വെസ്റ്റ് ആണേ. സൗത്തിൻ്റെ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ച് എഴുതി. ഓക്കെ,
അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഹോംവർക്കാന്ന് പറഞ്ഞു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇഫ് പുട്ട് ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഓൺ ദ പ്ലേസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ദെൻ വാട്ട് ഷുഡ് ബി ചേഞ്ച് ദ ഡയറക്ഷൻ, വാട്ട് ഷുഡ് ബി ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ശ്രീരാജ്, കറക്റ്റാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഒന്നുകൂടി ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, 4, 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ നോക്കിയോ. സൗത്ത് വെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. 6th ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? 6th ക്വസ്റ്റ്യൻ നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ ചെയ്ത് കാണിക്കാം. ഓക്കെ, കമൻറ്റ് ഡിലേ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിയാ. അപ്പം നിങ്ങളുടെ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. കാരണം നേരത്തെ വളരെ മുന്നേ തന്നെ കമൻസ് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യാൻ പോകുന്നത്. നോർത്ത്, സൗത്ത്, ഓക്കെ, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ക്ലിയർ ആണല്ലോ? നമ്മളോട് എന്താ പറഞ്ഞത് തേർഡ് ക്വസ്റ്റ്യനകത്ത്? ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഈസ് കോൾഡ് നോർത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റിനെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ? സൗത്ത് ഈസ്റ്റിനെ എന്ത് പറഞ്ഞു? നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? നോർത്ത് ഈസ്റ്റിനെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് എവിടെ? നോർത്ത് ഈസ്റ്റിനെ എന്ത് പറഞ്ഞു? നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? സൗത്ത് വെസ്റ്റിനെ സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റിനെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റിനെ എന്താണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ നോർത്ത് വെസ്റ്റിനെ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇതാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൻ്റെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നോർത്ത് വെസ്റ്റ് സൗത്ത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നോക്കിക്കോ, നമ്മളോട് ചോദിച്ചിരുന്നത് നോർത്ത് വെസ്റ്റിന് എന്താണ്. അപ്പം നിങ്ങൾ നോക്കിയേ, ഡയറക്ഷൻസ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ മൂവ് ആയേക്കുന്നതെന്ന് നോക്കിയേ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഡയറക്ഷനാ വേണ്ടേ? നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് കണ്ടോ? ഇവിടെ നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, അതായത് ക്ലോക്ക് വൈസ് പോയിട്ടാണ് സൗത്ത് ഈസ്റ്റിൽ ചെല്ലുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് ക്ലോക്ക് വൈസ് പോയിട്ടാണ് എന്തിലേക്ക് വന്നത്? സൗത്ത് ഈസ്റ്റിലേക്ക് വന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പം നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലേക്ക് വന്നു. അപ്പോൾ സൗത്ത് വെസ്റ്റ് എങ്ങോട്ട് പോകണം? ആദ്യം നോക്കിക്കോ, ഇവിടെ എന്ത് വന്നു? നോർത്ത് വെസ്റ്റ് വന്നു. അപ്പോൾ പഴയതിനകത്ത് നോർത്ത് വെസ്റ്റ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് വെസ്റ്റ് ഇങ്ങോട്ട് വന്നു, ക്ലോക്ക് വൈസ് വന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നോർത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് വന്നിട്ട് സൗത്ത് ഈസ്റ്റിലേക്ക് വന്നു. ഇനി സൗത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് പോയിട്ട് എവിടെ പോയി? സൗത്ത് വെസ്റ്റിലേക്ക് പോയി. ക്ലിയർ ആയോ? ഇത്രയും എന്താ പറഞ്ഞത്? നോർത്ത് വെസ്റ്റ് ഇവിടുന്ന് ക്ലോക്ക് വൈസ് മൂവായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് വന്നു അല്ലേ? നോർത്ത് വെസ്റ്റ് ക്ലോക്ക് വൈസ് മൂവായി നോർത്ത് ഈസ്റ്റിലേക്ക് വന്നു. ഇനി നോർത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് മൂവായി നോർത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് മൂവായി സൗത്ത് ഈസ്റ്റിലേക്ക് വന്നു. ഇതേണ്ട കണ്ടോ? നോർത്ത് ഈസ്റ്റ് എന്താണ് പറഞ്ഞത്? നോർത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് സൗത്ത് ഈസ്റ്റിലേക്ക് വന്നു. ഇനി സൗത്ത് ഈസ്റ്റ് ക്ലോക്ക് വൈസ് എങ്ങോട്ട് വന്നു? സൗത്ത് വെസ്റ്റിലേക്ക് വന്നു കേട്ടോ. സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇനി സൗത്ത് വെസ്റ്റ് എങ്ങോട്ട് പോകണം? നോർത്ത് വെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ എന്ത് വരും? സൗത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ എന്നോട് ക്ലിയർ ആയെന്ന് പറയണം കേട്ടോ. ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ബാക്കിയുള്ളവർ ചെയ്തോ? 4 and 5 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 and 5 ഹോംവർക്ക്. കേട്ടിട്ടില്ലെങ്കിൽ പറയരുത്. ഹോംവർക്കാണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ, അടുത്ത ദിവസത്തെ ക്ലാസ്സിന് മുന്നേ തന്നെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്യണം. ക്ലിയർ ആയോ? 6 ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 വായിക്കുകയാണ്. എ ക്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? A clock is placed in such a manner that its minutes needle is in northeast direction at 12 o'clock afternoon and at
അറ്റ് എന്താ പറഞ്ഞത് ആഫ്റ്റർനൂൺ. ആൻസർ അറ്റ് a clock is placed in such a manner that its minutes needle is in northeast direction at 12 o'clock in afternoon. Answer at 1:30 o'clock. Okay, 1:30 o'clock. Which direction will hours needle indicate എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനൊരു ക്ലോക്ക് വായിക്കുകയാണ്. ഇത് ക്ലിയർ ആയോ? ഇത് ഡൗട്ട് വന്നത് ക്ലിയർ ആയോ? ഇതൊരു ക്ലോക്കാണേ. ഓക്കെ, ഇതാണല്ലോ, ഇത് നമ്മുടെ 12 ആണ്, നമ്മുടെ 1 ആണ്, അല്ലല്ല 3, സോറി 3. ഇതെത്ര? 6 വരും, ഇവിടെ 9 വരും അല്ലേ? ഇത് ശരിക്കും ഡയറക്ഷൻ ഏതാണ്? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞത് 12 മണി, ഉച്ചയ്ക്ക് 12 രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും 12 മണി എന്ന് പറയുമ്പോഴത്തേന് ക്ലോക്സ് എങ്ങനെയാ, സൂചി എങ്ങനെയാണ് വരുന്നത്? ഇത് മിനിറ്റ് സൂചിയാണെന്ന് വിചാരിച്ചോ. 12 മണി നമ്മൾ 2 സൂചി, മിനിറ്റ് ആണെങ്കിലും അവർ ആണെങ്കിലും 12 മണിയിലോട്ടായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ മിനിറ്റ് സൂചി, മിനിറ്റ് ഹാൻഡ് ആണ്. ഇത് നമ്മുടെ അവർ ഹാൻഡ് ആണെന്ന് വിചാരിച്ചു. ക്ലിയർ ആണോ? ഇതേ രീതിയിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇതേ രീതിയിലാണല്ലോ 12 മണി ഷോ ചെയ്യുന്നത്. 12 മണി ഇതേ രീതിയിലാണ് ഷോ ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മിനിറ്റ്സ് നീഡിൽ നോർത്ത് ഈസ്റ്റിലേക്കാണ്. എപ്പോൾ? ആഫ്റ്റർനൂണിൽ 12 o'clock. ഉച്ചയ്ക്ക് 12 മണിക്ക് മിനിറ്റ് സൂചി എങ്ങോട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു? നോർത്ത് ഈസ്റ്റിലേക്ക് ഇരിക്കുകയാണ്. എന്താണ് ഇപ്പം ഒരു സർക്കുലർ ഒരു ഷേപ്പിലിരിക്കുന്ന ക്ലോക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് നോർത്തിലേക്ക് ഇരിക്കുന്നത് എങ്ങോട്ട് പോയി? നോർത്ത് ഈസ്റ്റിലേക്കല്ലേ പറഞ്ഞത്? നോർത്ത് ഈസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പം ക്ലോക്ക് തെറ്റൊന്നുമല്ല. ക്ലോക്ക് ഒരു ഇത് വിചാരിച്ചു ക്ലോക്ക് ഒന്ന് ചരിഞ്ഞ്, ചിലപ്പോൾ ഒരു ആണിയിൽ ഹാങ് ചെയ്തിട്ടിരുന്നതേ, ചിലപ്പം ക്ലോക്ക് ഇങ്ങനെ തിരിഞ്ഞൊക്കെ ആണി ഇളകിയോ അങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 12 മണിക്ക് മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ 12 മണി എന്ന് പറയുമ്പോൾ എന്താണ്? മിനിറ്റ് സൂചിയുടെ മുകളിൽ തന്നെ ആയിരിക്കും എന്തിരിക്കുന്നത്? അവർ സൂചി ഇരിക്കുന്നത് അല്ലേ? അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒരേ ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് എന്ന് പറയുന്നത് എന്താക്കി മാറ്റി? നോർത്ത് ഈസ്റ്റ് എന്നാക്കി അല്ലേ? നോർത്ത് എന്ന് പറയുമ്പം നോർത്ത് ഈസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചത് എന്താണ്? 1:30 അല്ലേ? 1:30 ക്ലോക്കിൻ്റെ ക്ലോക്കിൽ 1:30 ആയെങ്കിൽ, 1 മണിക്കൂർ 30 minutes ആയെങ്കിൽ അതിൻ്റെ അവറിൻ്റെ നീഡിൽ എങ്ങോട്ടിരിക്കണം? അപ്പോൾ ഇത് നമ്മുടെ 12 മണിയുടെ ക്ലോക്കാണ്. ഇതിൽ ഞാൻ എന്താ വരയ്ക്കാൻ പോകുന്നത്? 1:30 വരയ്ക്കാൻ പോവാണേ. ശരിക്കും ഇരിക്കുന്ന ക്ലോക്കിനകത്ത് 1:30 വരയ്ക്കാൻ പോവാണ്. അപ്പം 1:30 എന്ന് പറയുമ്പോൾ ഇവിടെ ആണല്ലോ 1 വരുന്നത് അല്ലേ? 1 ഇവിടെ 2 അങ്ങനെയാണല്ലോ. അപ്പം 1:30 ആണെങ്കിൽ 1ൻ്റെ ഇതല്ലേ 1. അപ്പം 1ൽ നിന്നും 1ൻ്റെ 1:30 ആകുമ്പോഴത്തേനും 1നും 2നും ഇടയ്ക്കാവുമല്ലോ മണിക്കൂർ സൂചി. അപ്പോൾ അത് ഇങ്ങനെ വരും. ഈ അവർ ഹാൻഡ് അല്ല, നേരത്തെ അവർക്ക് ആകുന്നുണ്ട്, ഒരാൾക്ക് അവരുടെ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും അല്ലേ? ഇപ്പം ഈ കണ്ടോ, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എവിടെ പോവും? 1നും 2നും ഇടയ്ക്കാണ് എന്ത് നിൽക്കുന്നത്? അവർ ഹാൻഡ് നിൽക്കുന്നത്. 1:30 എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ മിനിറ്റ് ഹാൻഡ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും, താഴോട്ട് അല്ലേ? നമ്മളോട് ഏത് സൂചിയാണ് ചോദിച്ചിരിക്കുന്നത്? അവർ ഹാൻഡ് എങ്ങോട്ടാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അവേഴ്സിൻ്റെ നീഡിൽ എങ്ങോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. ശരിക്കും നോർത്ത് ഈസ്റ്റ് എവിടെയായിരുന്നു? ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് പഴയതാണ് എഴുതാൻ പോകുന്നത്. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. ഇത് നമ്മുടെ നോർത്ത്, ഇത് നമ്മുടെ ഈസ്റ്റ്, ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് അല്ലേ? ഇനി ഇത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ആണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ്, അതായത് നോർത്ത് ഈസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ ടേൺ ചെയ്തിരിക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ടേണിംഗ് ആയി. ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നോർത്ത് ഈസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്കിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവായി ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് ചോദിച്ചത്? ഈ അവർ ഹാൻഡ് ഇപ്പോൾ എങ്ങോട്ടായിരിക്കുന്നത്? ശരിക്കും എങ്ങോട്ടായിരിക്കുന്നത്? നോർത്ത് ഈസ്റ്റിലേക്ക്. അപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലോക്ക് ടേൺ ചെയ്തായിരിക്കുന്നതെങ്കിൽ ഇവിടുന്ന് വീണ്ടും എന്ത് വേണം? ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് വേണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈസ്റ്റ് വരും അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്?
കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ എഴുതിയേക്കുന്നത് കാണാമല്ലോ അല്ലേ? ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? സോൾവ് ചെയ്തോ? ആൻസേഴ്സ് പറഞ്ഞോ നിങ്ങൾ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളത് സെക്കൻഡ് ക്ലാസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് റീസണിങ്ങിന് ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒരു ക്ലാസ് വെക്കും. ആ ക്ലാസ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. അന്നേരം ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതി എടുക്കാനുള്ള എക്സ്ട്രാ ടൈം തരും കേട്ടോ. അതെ, പെട്ടെന്ന് സിലബസ് തീർക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്ത് തലവേദന കഴിക്കാനല്ല, നിങ്ങൾക്ക് വരുന്ന എക്സാംസ് ഒക്കെ എഴുതി നോക്കാമല്ലോ, അതുകൊണ്ടാണ്. കിട്ടിയോ? കമൻസ് ഒന്ന് കമൻറ്റ് ചെയ്തേ, റിപ്ലൈ വരും. കമൻസ് പറഞ്ഞോളൂ. ക്ലിയർ ആണോ? നേരത്തെ ഈ തേർഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ആയോ? എന്നോട് പറഞ്ഞില്ലല്ലോ തേർഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ആയോ എന്തുവാന്ന്. സിക്സ്ത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ സ്പീഡാണോ? ക്വസ്റ്റ്യനൊക്കെ എഴുതിയെടുക്കാൻ ഫ്രഷ് ആളുകൾ ആപ്പിൻ്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത്. നിങ്ങൾ അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടോ, ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുമേ. ഫുൾ സ്ക്രീനിൽ കണ്ടിട്ട് ഒന്നും നിങ്ങൾ ഒരു കാരണവശാലും ബാക്ക് അടിക്കരുത്. ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, ക്ലോസ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ചിലർ ബാക്ക് അടിച്ചു അറിയാതെ. ഒന്നുകൂടി നോക്കിക്കോ. ക്ലോസ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിരുന്നു നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 6 പ്രസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 6 പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ. ഫുൾ സ്ക്രീനിൽ കാണാം. അപ്പം അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ബട്ടൺ ഇത് കണ്ടോ. ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടോ ക്ലാസ് കാണാനായിട്ട് വീണ്ടും തിരിച്ചു പോകാം. മുകളിലോട്ട് ഇങ്ങനെ നോക്കാം. പെട്ടെന്ന് ചെയ്തേ, ആൻസർ ചെയ്തേ. ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി എടുത്തുകൊണ്ടിരിക്കരുതേ. പെട്ടെന്ന് ആൻസർ ചെയ്തോ. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 6 കംപ്ലീറ്റ് ആയോ? ഓക്കെ, ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ. ടീച്ചർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയെന്ന് എങ്ങനെ മനസ്സിലാക്കണം? ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ
നോക്കിയോ, നമ്മുടെ ഇത് ഈസ്റ്റഡ്. ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. എനിക്ക് അത് മനസ്സിലായില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് എടുക്കുന്നത് ഒരു എന്താ പറയുക, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഇത് എത്ര പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അഥവാ സ്പീഡിലായിപ്പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കരുത്. ഞാൻ ക്ലാസ് സ്ഥിരമായിട്ട് എടുക്കുന്ന ടോപ്പിക്കാണ്. ഇതെല്ലാം എനിക്ക് ബൈഹാർട്ടായി കിടക്കും. അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ അറിയാതെ എങ്ങാനും ഒന്ന് സ്പീഡായി പോയി. ഞാൻ കഴിവത് സ്ലോലി പോകാൻ നോക്കാം. സ്പീഡായി പോയി നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കണം. നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് വിചാരിച്ച് ഡൗട്ട് ചോദിക്കാതെ നാണിച്ചിരിക്കരുത് കേട്ടോ. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് ചന്ദന ക്ലിയർ ആണെന്ന് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഡയറക്ഷൻ നമുക്ക് തന്നില്ല. ഇത് ഞാൻ തുടച്ചിട്ട് ഇത് മനസ്സിലായെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ആ ഒരു ഡൗട്ട് വെച്ചിട്ട് പലരും ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾ ഒത്തിരി ആലോചിച്ചിരുന്ന് സമയം കളയരുത്, എന്നോട് ചോദിക്കണേ. ഇതാണ് നമ്മുടെ ക്ലോക്ക്. അപ്പം നമ്മൾ പറഞ്ഞു ഇത് 12, ഇത് നമ്മുടെ 3. നമുക്ക് ക്വസ്റ്റിനകത്ത് 1 ചെയ്യണമല്ലോ. അപ്പോൾ ഇത് 1, ഇത് നമ്മുടെ 2, ഓക്കെ, ഇത് നമ്മുടെ 6. ഇത്ര മാർക്ക് ചെയ്താൽ മതി. ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് എന്ത് വേണ്ടി ചെയ്യണോ അത് ചെയ്താലും മതി. ഇത് നമ്മുടെ വെസ്റ്റ്, ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ എന്തായിരുന്നു? അപ്പം ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ആണേ. ഓക്കെ, ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ 12 മണിയാണെന്ന് പറഞ്ഞു അല്ലേ. 12 മണി എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണേ, ഇത് 12 മണി. ഒന്ന് അവർ ഹാൻഡും ഒന്ന് മിനിറ്റ് ഹാൻഡും ആണ്. അപ്പം മിനിറ്റ് ഹാൻഡ് അവർ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു നോർത്ത് ഈസ്റ്റിൽ ഇരിക്കുവാണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? നോർത്ത് ഈസ്റ്റിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നോർത്ത് ഈസ്റ്റ് ആണ് ക്വസ്റ്റിനിൽ തന്നേക്കുക. എന്താണ് 12 മണിക്ക് നിങ്ങൾക്ക് അറിയാം ക്ലോക്ക് കറക്റ്റായിട്ട് ക്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കും? നോർത്ത്. 12 എന്ന് പറയുന്നത് നമ്മുടെ അപ്പിലേക്ക്, അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കും. ഓക്കെ, നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കും. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർ പറയുന്ന ക്ലോക്ക് എങ്ങോട്ടാ? ഇച്ചിരി തിരിഞ്ഞിരിക്കുകയാണ്, കുറച്ചൊന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ തിരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്. അപ്പം ക്ലോക്ക് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഉള്ള ക്ലോക്കാണ്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നോർത്ത് എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് ആയിപ്പോയി. ക്ലിയർ ആയോ? അപ്പം നോക്കിയേ, നോർത്ത് ഈസ്റ്റ് എങ്ങോട്ട് പോയി? ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ആൾ എങ്ങോട്ട് പോയി? കണ്ടോ, ഇങ്ങോട്ട് പോയി. കണ്ടോ, ശരിക്കും നോർത്ത് ഈസ്റ്റ് ഇവിടെ അല്ലേ? ശരിക്കും നോർത്ത് ഈസ്റ്റ് ഇതല്ലേ നമ്മുടെ നോർത്ത് ഈസ്റ്റ്? ഈ നോർത്ത് ഈസ്റ്റ് എങ്ങോട്ട് പോയി? ഇതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ്. നമ്മുടെ പ്ലസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്, ഇതെന്ന് പറയുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പം ഇവിടെ നിൽക്കേണ്ട നോർത്ത് ഈസ്റ്റ് മുകളിലേക്ക് പോയി. കണ്ടോ, ഇവിടെ നിൽക്കേണ്ട നോർത്ത് ഈസ്റ്റ് ഇങ്ങോട്ട് പോയി. ക്ലിയർ ആയോ? ഇവിടെ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ്, ഇതാണ് നോർത്ത് ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റ് എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്ന് നോർത്തിലേക്ക് വന്ന്. കണ്ടോ, അപ്പം എങ്ങോട്ടാ തിരിഞ്ഞത്? ആൻറ്റി ക്ലോക്ക് വൈസ് ടേണിങ് ആയില്ലേ. ക്ലോക്ക് യഥാർത്ഥത്തിൽ ക്ലോക്ക് ഇങ്ങനല്ലേ തിരിയുന്നത്? ഇങ്ങനല്ലേ ക്ലോക്ക് തിരിയുന്നത്? ഇതിപ്പോൾ എങ്ങോട്ട് പോയി? തിരിച്ച് മുകളിലേക്ക് പോയില്ലേ. അപ്പോൾ അതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതേ രീതിയിലാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത സംഭവം, അതായത് സ്റ്റാർട്ടിങ്ങിൽ, അതായത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് എങ്ങോട്ടെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഒറിജിനലി പഠിച്ച പോയിന്റിൽ നിന്ന് അത് ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നിടത്തോട്ട് പോയേക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചതനുസരിച്ച് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ പഠിച്ച ബേസിസിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനകത്ത് അവർ ഇങ്ങനെ ഇരിക്കുന്ന നോർത്ത് ഈസ്റ്റിനെ പിടിച്ച് ഇങ്ങോട്ടാക്കി. അപ്പം ശരിക്കും ഉള്ള പൊസിഷനിൽ നിന്ന് പുതിയ പൊസിഷൻ എങ്ങോട്ടാണ് മാറിയത്? മുകളിലോട്ടാണോ അതായത് ഇങ്ങനെയാണോ പോയേക്കുന്നത്? ഇങ്ങനെയാണോ? താഴേക്കാണ് വരുന്നെങ്കിൽ ക്ലോക്ക് വൈസ്, മുകളിലേക്കാണ് പോകുന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലിയർ ആണോ? ഏതിൻ്റെ ആൻസർ ആണ് നോർത്ത് വെസ്റ്റ് പറയുന്നത്? 7 ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? എന്ത് ചെയ്യുന്നു? അവിടെ പോയി കിടക്കുകയാണ്.
ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട. ചിലർ ഓൾറെഡി സെക്കൻഡ് ടൈമൊക്കെ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സെൽഫായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ വരുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പഴയ സ്റ്റുഡൻസ് എന്താ പറയുക, ഓൾറെഡി ഒരുവിധം മാക്സിമം നല്ല പെർഫോമൻസ് ചെയ്യുന്നവർ പുതിയ ബാച്ച് ഇങ്ങനെ പ്രാക്ടീസ് ബാച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഫ്രീ ആയിട്ട് അതിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങൾ ഇപ്പോഴും സിൻസിയറായിട്ട് പെർഫോം ചെയ്യണം എന്നാൽ മാത്രം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6 എല്ലാവരും ക്ലിയർ ആയോ? എനിക്ക് ആൻസർ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ചോദിച്ചില്ലേ ആർഷ? ഡൗട്ടൊക്കെ ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? സംശയിക്കേണ്ട. ഇത് ഇപ്പം റെഗുലർ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് റൂമിലാണെങ്കിൽ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു മടി വിചാരിക്കുക, എന്നോട് ചോദിച്ചോ. എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ഒരു മടിയില്ല. നാണിച്ചിരിക്കരുത്. നിങ്ങൾ ഫീസ് തന്നേക്കാം, നിങ്ങൾക്ക് ജോലി കിട്ടേണ്ടത് കേട്ടോ. നാണിച്ചിരുന്നാൽ ജോലി കിട്ടില്ല. ക്ലിയർ ആണല്ലോ? എല്ലാവരും ഇവിടെ പോയി ഉണ്ടോ? എല്ലാവരും? ശ്രീരാജിന് ക്ലിയർ ആയോ? അൻസിൽ ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്തായിരുന്നു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇതേ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ആണെന്നാലും അത്രയും ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്ന് ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 7 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ചെയ്തതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 7 ഓക്കെ. കാവ്യക്ക് ക്ലിയർ ആയായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 കാവ്യ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ചന്ദന ചെയ്തു എന്നാന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്. പിന്നെ രഞ്ജിത്ത് ചെയ്തായിരുന്നു, ശ്യാമ ചെയ്തു, സഞ്ജന ചെയ്തായിരുന്നോ? സഞ്ജന ക്വസ്റ്റ്യൻ നമ്പർ 6. കാവ്യ, സഞ്ജന, വരുൺ ചെയ്തായിരുന്നോ? അൻസിൽ, ഹേമന്ത് അല്ലേ? ഹേമന്ത് ഉണ്ട് അല്ലേ? ഹേമന്ത് ചെയ്തോ? ഓക്കെ, പെട്ടെന്ന് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. ഓക്കെ കാവ്യ, സഞ്ജന, ഓക്കെ ഹേമന്ത്. 6. ക്വസ്റ്റ്യൻ നമ്പർ 7 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്തോളൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. ശ്രീരാജ് ഓക്കെ, ആൻസർ പറയാൻ തുടങ്ങിയല്ലേ? നോക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ 7th ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. ശ്രീരാജ്, രഞ്ജിത്ത് കറക്റ്റ് ആണ് ആൻസർ വന്നത്.
എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യാത്തവരില്ലേ, ഇപ്പോൾ ക്ലാസ്സിൽ പുതിയ എന്താ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരിനകത്ത് രജിസ്ട്രേഷൻ അതായത് ഫുൾ ഫീസ് ഫിനിഷ് ചെയ്തവരെല്ലാവരും ഫോട്ടോസ് സെൻഡ് ചെയ്യാത്തവരുണ്ടല്ലോ, ഫോട്ടോ അയക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ അയക്കണം കേട്ടോ. ഒരു ID പ്രൂഫ് അല്ലേ, നിങ്ങളുടെ ഒരു ID പ്രൂഫിൻ്റെ കോപ്പി വാട്സപ്പ് ചെയ്താൽ മതി. ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയക്കണം കേട്ടോ. ഓക്കെ കറക്റ്റാണ്. സഞ്ജന, ചന്ദന കറക്റ്റാണ് വരുന്നത്. ഓക്കെ ഹേമന്ത് കറക്റ്റാണ്. ഓക്കെ സെവൻത് ക്വസ്റ്റ്യൻ. ഓക്കെ കറക്റ്റ് ആൻസർ, സെവൻത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നോർത്ത് ഈസ്റ്റ് ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ തെറ്റിച്ചവരൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കണേ. നോർത്ത് ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ 6 ക്ലിയറായി. കാവ്യ 6 ക്ലിയർ ആയെന്ന്. സെവൻത് ക്വസ്റ്റ്യൻ ചെയ്തോ? സെവൻത് ക്വസ്റ്റ്യൻ ചന്ദന ചെയ്തു. ആരൊക്കെയാ? രഞ്ജിത്ത്, സഞ്ജന, ശ്രീരാജ്, ചന്ദന. ഓക്കെ ബാക്കിയുള്ളവരോട് ചെയ്തോ? ആർഷയുടെ ഒന്നും ആൻസർ വന്നില്ലല്ലോ. ആർഷ, വരുൺ, ചെയ്തിട്ടുണ്ടേ. ഒത്തിരി സമയത്തില്ല. ഈസ്റ്റ് ആണ് ആൻസർ കേട്ടോ. ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 7 നമ്മൾ ചെയ്തല്ലേ. 8th ക്വസ്റ്റ്യൻ. ഓക്കെ കറക്റ്റാണ് ആർഷ. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യാം. 7 ചെയ്തവർ 8th പോകാം. 8th ക്വസ്റ്റ്യൻ ഡെമോയ്ക്കകത്ത് നമ്മൾ ചെയ്ത ടൈപ്പാണ്. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ഒരുപാട് ടൈം എടുക്കത്തില്ല. ഒരുപാട് പേര് പെട്ടെന്ന് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടൊരു 10-20 സെക്കൻഡ്സേ നിങ്ങൾക്ക് തരുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സോൾവ് ഔട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 8th ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോർത്ത് ഈസ്റ്റ് ആണ്. തെറ്റിച്ച് ആൻസർ പറഞ്ഞവരുണ്ട്, അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോവാണ്. 8th ക്വസ്റ്റ്യൻ. എ ട്രെയിൻ റൺസ് 120 കിലോമീറ്റർ ഇൻ വെസ്റ്റ് ഡയറക്ഷൻ. നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയെടുക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾ എത്രയും സമയം സേവ് ചെയ്യാവോ അത്രയും സേവ് ചെയ്ത് പോണേ. ഇപ്പം ക്ലാസ്സിൽ മാത്രമല്ല അല്ലാതെ ആണെങ്കിലും, കാരണം നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്.
സ്പീഡും കൂടി സ്പീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങളുടെ എക്സാമിനകത്ത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആ ഒരു സ്പീഡിൽ എഴുതി മാക്സിമം മിനിമൈസ് ചെയ്ത് എഴുതി എടുക്കാൻ നോക്കുക കേട്ടോ. എ ട്രെയിൻ റൺസ് 120 കിലോമീറ്റർ ഇൻ വെസ്റ്റ് ഡയറക്ഷൻ, then 30 kilometer in south direction and then 80 kilometer in east direction before reaching the station. In which direction is the station from the train starting point? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഒരു ട്രെയിന് സപ്പോസ് വിചാരിച്ചോ ഇതാണ് ട്രെയിൻ എന്ന് വിചാരിക്കുക. 8th ക്വസ്റ്റ്യൻ ആണേ. ഇതൊരു ട്രെയിനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ട്രെയിനാണേ. ട്രെയിൻ എന്താണ് ചെയ്തത്? ട്രെയിൻ റൺസ് 120 കിലോമീറ്റർ ഇൻ വെസ്റ്റ് ഡയറക്ഷൻ. ഇവിടുന്ന് ട്രെയിൻ ഇവിടുന്ന് ഒരു 120 കിലോമീറ്റർ വെസ്റ്റ്, ഇതല്ലേ നമ്മുടെ വെസ്റ്റ്, അപ്പോൾ വെസ്റ്റിലേക്ക് പോയി. ഇപ്പം എപ്പോഴും ചെയ്യാൻ നേരം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഡയറക്ഷൻ തെറ്റുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ, ബുക്കിൻ്റെ സൈഡിൽ. ഓക്കെ, വെസ്റ്റിലേക്ക് പോയി എത്ര ഡയറക്ഷൻ, എത്ര 120 കിലോമീറ്റർ. ഓക്കെ, ഇനി എന്താ പറയുക? ദെൻ 30 കിലോമീറ്റർ ഇൻ സൗത്ത് ഡയറക്ഷൻ. ഇവിടെ സൗത്തിലേക്ക്, എന്നിട്ട് അതിനുശേഷം 30 കിലോമീറ്റർ എങ്ങോട്ട് പോയി? സൗത്തിലേക്ക് പോയി. ഓക്കെ, 30 കിലോമീറ്റർ. ക്ലിയർ ആയോ? സൗത്ത് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ, താഴെയല്ലേ സൗത്ത്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ദെൻ 80 കിലോമീറ്റർ ഇൻ ഈസ്റ്റ് ഡയറക്ഷൻ. അതിനുശേഷം 80 കിലോമീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക്. ഒരു 80 കിലോമീറ്റർ വന്നു എവിടേക്ക്? ഈസ്റ്റിലേക്ക്. ഈസ്റ്റ് എവിടെയാണ്? അങ്ങോട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ പറഞ്ഞിരിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ സ്റ്റേഷൻ. ഇതാണ് ഇതിപ്പോൾ ഇവിടെ എത്തി, സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഷനാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മിനിമം ടൈം തരുന്നത്, എനിക്ക് മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ടാണേ. ഓക്കെ, ഇച്ചിരി വെള്ളം കുടിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറഞ്ഞത്? ട്രെയിനാണിത്. ട്രെയിൻ അവിടെ നിന്ന് ഇവിടെ നിൽക്കുകയായിരുന്നു. ട്രെയിൻ അവിടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എങ്ങോട്ട് വന്നു? വെസ്റ്റിലേക്ക് പോയി 120 കിലോമീറ്റർ. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു? സൗത്തിലേക്ക്. സൗത്ത് എന്ന് പറയുമ്പോൾ താഴേക്കാണ്. സൗത്തിലേക്ക് 30 കിലോമീറ്റർ മൂവായി. പിന്നെ അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് മൂവായി. ഈസ്റ്റിലേക്ക് എത്രയാണ് പോയത്? ഈസ്റ്റ് എന്ന് എഴുതി വെച്ചല്ലേ, 80 കിലോമീറ്റർ. 80 കിലോമീറ്റർ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ സ്റ്റേഷൻ ഫ്രം ദ ട്രെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ, നമ്മളോട് എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു പോയിന്റിൽ നിന്ന്, ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകാം, ചിലപ്പം എൻഡ് പോയിന്റ് ആകാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടാകും, നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേ പോയിന്റ് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിക്കുക. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ ആക്കിക്കൊണ്ട് പ്ലസ് മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ പ്ലസ് ഇല്ലേ, ആ പ്ലസ്. ഇതെന്ത് വരും? നോർത്ത് വന്നു, ഇത് ഈസ്റ്റ് വന്നു, ഇതെന്ത് വരും? സൗത്ത് വരും, ഇത് വെസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്താ ചെയ്തത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പ്ലസ് മാർക്ക് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ. ആൻസർ എന്ത് വരും? സൗത്ത് വെസ്റ്റ്. അതാണ് ആൻസർ. ഓക്കെ, സൗത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ 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 ഹർഷ, കുഴപ്പമില്ല. അപ്പോൾ ചിലർക്ക് നിങ്ങൾ എവിടെ ഇരുന്നാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളവരത് ഇച്ചിരി ഡിലേ ആയിട്ടാണ് ഇവിടെ റിപ്ലൈ വരുന്നത്. പക്ഷേ നെറ്റ് നല്ല സ്പീഡുള്ളവരുടെ ഒരു 5 to 7 സെക്കൻഡ്സിനുള്ളിൽ ആൻസേഴ്സ് വരുന്നുണ്ട്, അവർ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ വേറെ ഫോണിനകത്തുനിന്നും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കുമേ. ഓക്കെ, കാവ്യ 7th ഡൗട്ട് ഉണ്ടോ? ചെയ്യണോ? 7th ചെയ്യണമെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്.
അപ്പം 8th ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? 8th ക്വസ്റ്റ്യൻ സൗത്ത് വെസ്റ്റ് ആൻസർ കിട്ടിയോ? ഇനി പറയണോ? അയ്യോ തെറ്റിപ്പോയല്ലോ. ഓക്കെ, നോക്കിക്കേ ക്ലിയർ ആയോ നോക്കിക്കേ. റിപ്പീറ്റ് ചെയ്യണോ? ശ്രീരാജിന് മനസ്സിലായോ? 8th ക്വസ്റ്റ്യൻ ഞാൻ സൗത്ത് വെസ്റ്റ് ആണ് 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, സൗത്ത് വെസ്റ്റ് ആണ് ആൻസർ കേട്ടോ. 8th ആൻസർ സൗത്ത് വെസ്റ്റ് ആണ്. ഒന്നുകൂടി ഒന്ന് ചെയ്തോ, നമ്മൾ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ തെറ്റിപ്പോകാവേ. എനിക്ക് മനസ്സിലായി എന്താ ചെയ്തത്. സൗത്ത് ഈസ്റ്റ് വന്ന് എന്താണെന്ന് ഞാൻ പറയാം. ഇതേ ഫിഗർ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി വരയ്ക്കാൻ പോവാണേ. ക്വസ്റ്റ്യൻ വായിച്ചത് ലാസ്റ്റ് മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നതെന്ന് ശ്രദ്ധിക്കണേ. ധൃതിയിൽ അറിയാവുന്നത് ആ സിമ്പിളാണെന്നുള്ള ആവേശം ആക്രാന്തം ഉണ്ടല്ലോ, അതാണ് ഈ തെറ്റാൻ കാരണേ. നമ്മുടെ ഫിഗർ ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇത് എൻഡ് പോയിന്റ്. എനിക്ക് കിട്ടിയ ആൻസർ സൗത്ത് വെസ്റ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്താണ് തെറ്റിയെന്ന് ഞാൻ പറയാം. നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേഷൻ എവിടെയാണെന്നാണ് ചോദിച്ചത്. എന്താണ് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ. ഇവിടെ നിന്നായിരുന്നു നമ്മൾ മൂവ് ആയത്. ഇത് നമ്മുടെ സ്റ്റേഷനാണ്, ഇവിടെ റീച്ച് ആയി അല്ലേ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോക്കുമ്പോൾ സ്റ്റേഷൻ എവിടെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പം എവിടെ നിന്നാണ് നോക്കേണ്ടത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നത് കൊണ്ട് ഇവിടെ പ്ലസ് വരയ്ക്കണം. സ്റ്റേഷൻ എവിടെയാണെന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് ചോദിക്കും. സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണോ നമ്മൾ നോക്കുന്നത് അതിൻ്റെ പ്ലസ് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് സ്റ്റേഷനാണല്ലോ. സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്. അപ്പോഴും നിങ്ങൾ തെറ്റാണല്ലോ ചെയ്തത്. ഇത് നോർത്ത് ഈസ്റ്റ് വരും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതെങ്ങനെയാണ് നോക്കേണ്ടത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേഷൻ എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്, ഇത് സൗത്താണ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഇതാണ്. എന്ത് വരും? ഇത് വെസ്റ്റ് ആണല്ലോ. അപ്പം സൗത്ത് വെസ്റ്റ് വരും കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് വേണം, ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാനേ. ഓക്കെ ആണോ? മനസ്സിലായി ടീച്ചർ? ലാസ്റ്റ് അടയാളപ്പെടുത്തിയത് തെറ്റിയതാ. ഇപ്പോൾ മനസ്സിലായി ടീച്ചർ, സൗത്ത് വെസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ക്ലിയർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ആർക്കെങ്കിലും ഇടയ്ക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ക്ലിയർ ഡൗട്ട് ഉണ്ടെന്ന് പറയണം കേട്ടോ. റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8 ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ചന്ദനയ്ക്ക് ക്ലിയർ ആയോ? പുതിയ സ്റ്റുഡൻ്റ് അല്ലേ ചന്ദനയ്ക്ക് ക്ലിയർ ആയോ? 8th ക്വസ്റ്റ്യൻ ചന്ദനയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഹേമന്തിന് ക്ലിയർ ആയായിരുന്നോ 8th? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ 9th ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. വളരെ സ്ലോലി ആണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ 9th ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 എടുത്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 വായിച്ചോട്ടെ. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഡെമോയിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. പെട്ടെന്നൊന്ന് ചെയ്തോളൂ. ഐ ആം ഫേസിങ് സൗത്ത്. ഐ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 20 meter. Then I turn right again and walk 10 meter. Then I turn left and walk 10 meter. And then turning right and walk 20 meter. Then I turn right again and walk 20 meter. In which direction am I from the starting point? Okay, ഞാൻ ക്വസ്റ്റ്യൻ ഒരു സിംഗിൾ ടൈം ആയിട്ടാണ് വായിച്ചത്. റിപ്പീറ്റേഷൻ ചെയ്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. 20, 10. അപ്പോൾ ശരിക്കും ഈ നമ്മുടെ മൊത്തം ക്വസ്റ്റ്യനകത്ത് 3 പ്രാവശ്യം 20യും 2 പ്രാവശ്യം 10ഉം വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി വായിക്കാം. ഐ ആം ഫേസിങ് സൗത്ത്. I turn right and walk 20 meter. Then I turn right again and walk 10 meter. Then I turn left
and walk 10 meter, and then turning right and walk 20 meter. Then I turn right again and walk 20 meter. In which direction am I from the starting point? Okay. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്നൊന്ന് ചെയ്തേ നോക്കട്ടെ. ഓക്കെ ചന്ദന, ക്ലിയർ ആയല്ലോ. ഗുഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്തോളൂ. പെട്ടെന്ന് ചെയ്തേ. വരയ്ക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും തെറ്റിപ്പോയത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ആൻസേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. എന്തായിരുന്നു? ഐ ആം ഫേസിങ് സൗത്ത് എന്ന് പറയുന്നത് അല്ലേ? അപ്പം സൗത്ത് ഇതിപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റിനകത്ത് ഐ ആണെങ്കിൽ ഐ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? സോറി, സൗത്തിലേക്ക് അല്ലേ? സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഐ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 20 മീറ്റർ. ഐ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 20 മീറ്റർ. ഓക്കെ, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളെന്താ പറഞ്ഞത്? അപ്പം നോക്കണം, സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണേ. ഇതാണ് സൗത്തിലേക്ക്. ഇതാൾ നിൽക്കുകയാണ്, ഇയാൾ മൂവ് ആകേണ്ടത് ഈ പോയിന്റിൽ നിന്നാണ്. കാലെവിടെയാണ്? ഇവിടെയാണ്. സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ റൈറ്റും ലെഫ്റ്റും എവിടെയാണ്? ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആണ് കേട്ടോ. തെറ്റിപ്പോകരുതേ. കാണമെന്ന് വെച്ചാൽ ഇത് നോർത്താണല്ലോ. അപ്പം നിങ്ങൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് ഇത് നമ്മുടെ പേജാണ്, ഇത് നമ്മുടെ ഹാൻഡ്സ് ആണ്. ഇത് ഈ പെൻ വെച്ചിട്ട് ഞാൻ എഴുതുന്നു. ഇതെൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്. അപ്പം ഈ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാവരും ബുക്കിനെ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനാണ്, ഇതെൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്, ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് കേട്ടോ. അപ്പം സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെയോ ഇത് റൈറ്റ് ഹാൻഡ് ആണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. എന്ന് വെച്ചാൽ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ കണ്ടീഷൻ. ഇത് നോർത്താണ്, ഇത് സൗത്ത് ആണ് കേട്ടോ. ക്ലിയർ ആയോ? ആ ഒരു കാര്യം ക്ലിയർ ആണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ റൈറ്റ് ഹാൻഡ് ഇതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങോട്ടാണ് മൂവ് ആകേണ്ടതെന്ന് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ നമ്മുടെ നിൽക്കുന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് വേണം ടേൺ ചെയ്യിക്കാനേ. ഐ ആം ഫേസിങ് സൗത്ത്. ഐ ടേൺ റൈറ്റ്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലേക്ക് തിരിഞ്ഞു. ഓക്കെ, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. എന്നിട്ട് ആൻഡ് വാക്ക് 20 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വരയ്ക്കാമേ. വാക്ക് 20 മീറ്റർ. ഓക്കെ, എന്നിട്ട് then I turn right again. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ഇങ്ങനെ നിൽക്കുന്ന ആൾ, നമ്മൾ പറഞ്ഞു റൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെ മൂവ് ആകണം? ക്ലോക്ക് വൈസ് മൂവ് ആകണം. അപ്പോൾ സപ്പോസ് ഇതൊരു ക്ലോക്ക് ആണെങ്കിൽ, ക്ലോക്കിൻ്റെ സൂചിയാണിതെങ്കിൽ റൈറ്റ് വേർഡ് മൂവ് ആകുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മൂവ് ആണ്? ക്ലോക്ക് വൈസ് അപ്പിലേക്ക് മൂവ് ആകുമ്പം എങ്ങനെ മൂവ് ആകണം? 90 ഡിഗ്രിയിൽ മൂവ് ആകണം. കണ്ടോ? 90 ഡിഗ്രിയിൽ മൂവ് ആകണം. എത്രയാണ് മൂവ് ആയത്? then I turn right and walk 10 മീറ്ററാണ് പറഞ്ഞത്. അപ്പം ഇത് 20 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഏകദേശം ഹാഫ് വരയണം. സ്കെയിലൊന്നും എടുത്തിട്ട് മെഷർ ചെയ്യേണ്ട, ഏകദേശം ഇമാജിൻ ചെയ്ത് വരച്ചാൽ മതി. ഇത് 10 മീറ്റർ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ആയി. ഇത് മൂവ്മെൻറ്റ് ക്ലിയർ ആയോ? ആദ്യം ഞാൻ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതാണ്. അപ്പം ഞാൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു. കണ്ടോ? റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ നിൽക്കുന്ന ആൾ തിരിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നിൽക്കുമല്ലേ? ആ നിൽക്കുന്ന ആൾ നടക്കണം ഇനി ഇങ്ങോട്ട് അല്ലേ? റൈറ്റിലേക്ക് നടക്കുക. റൈറ്റ് ഹാൻഡ് ഇപ്പം നമ്മൾ ഇതിങ്ങനെ, ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ബുക്കിനെ ഫേസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നോർത്താണെന്ന് വിചാരിക്കുക, തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മൂവ് ആകണം, ഇങ്ങോട്ട് നടക്കണം. പിടികിട്ടിയോ? അപ്പം ഇങ്ങോട്ട് നടന്നു. നിങ്ങൾ ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് നിങ്ങൾ എക്സാമിനോ ഇങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. സൗത്തിലേക്ക് നിൽക്കുന്ന ആളുടെ റൈറ്റ് ഇതാണ്. അപ്പോൾ റൈറ്റിലേക്ക് മൂവായി. എത്ര മൂവായി? 20 മീറ്റർ. ഓക്കെ, എന്നിട്ട് റൈറ്റിലേക്ക് ഇത്രയും നമ്മൾ വരച്ചു. എഗെയിൻ നമ്മളോട് നിങ്ങൾ ഈ മെഷർമെൻറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ 20 വരച്ചു, ഇവിടെ 10 വരച്ചു. 20യേക്കാളും വലുത് വരയ്ക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാം. ഓക്കെ, അപ്പം 20 മീറ്റർ ഇങ്ങോട്ട് വന്നു. അപ്പം ഇങ്ങനെ നിൽക്കുവാണ് അല്ലേ? ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ സൂചി, ക്ലോക്കിൻ്റെ സൂചിയില്ലേ, അതിൻ്റെ ഹെഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നത് വെച്ചാൽ ക്ലോക്ക് വൈസ് ടേൺ ചെയ്യുക. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ? ഇങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്. ടേൺ ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ ടേൺ ചെയ്യണം. അപ്പോൾ 10 മീറ്റർ മുകളിലേക്ക് വന്നു. ഓക്കെ ആണോ? അതിനുശേഷം എന്താ ചെയ്തത്? ദെൻ ഐ ടേൺ ലെഫ്റ്റ് ആൻഡ് വോക്ക് 10 മീറ്റർ. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പം ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ നിൽക്കുക. ലെഫ്റ്റ് എന്ന് പറയുമ്പം എന്ത് വരണം? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്യണം. ഇങ്ങോട്ട് 10 മീറ്റർ. ഓക്കെ, കണ്ടോ? ലെഫ്റ്റ്, ഇതാണ് ലെഫ്റ്റ്. ഇതാണ് 10 അഗെയിൻ വരച്ചു. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റിലേക്ക്. പിന്നെന്താ പറഞ്ഞേ? ദെൻ ടേണിങ് റൈറ്റ് ആൻഡ് വോക്ക് 20 മീറ്റർ. അഗെയിൻ ഇങ്ങനെ നിൽക്കുന്ന ആൾ വീണ്ടും റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആകും. അപ്പോൾ മുകളിലേക്ക് വരയ്ക്കണം. അപ്പോൾ അപ്പിലേക്ക് വരച്ചു. എത്ര വരച്ചു? 20 വരയ്ക്കണം. കേട്ടോ, 20. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? 10 വരച്ചു. ആദ്യം ഫസ്റ്റ് 20 വരച്ചു, പിന്നെ നമ്മൾ 10 വരച്ചു. ഇതൊരു 10 ആണ്. ഇതൊരു 10 വരച്ചു, വീണ്ടും 10 വരച്ചു, 2 10 വരച്ചു, അഗെയിൻ 20 വരച്ചു. ഇനി എന്താ പറയുന്നത്? ദെൻ ഐ ടേൺ റൈറ്റ് അഗെയിൻ ആൻഡ് വോക്ക് 20 മീറ്റർ. ദെൻ ഐ ടേൺ റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സൂചിയാണ്, ക്ലോക്കിൻ്റെ സൂചി മുകളിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ക്ലോക്ക് വൈസ് വരയ്ക്കണം. അപ്പോൾ റൈറ്റ് വേർഡ് നമ്മൾ 20 മീറ്റർ വരച്ചു. അപ്പം ഇവിടുന്ന് ഇത്രയും 10 ആണ്. അപ്പോൾ അത്രയും കൂടി വരയ്ക്കണം കേട്ടോ. ഇതുവരെ ഓക്കെ. അപ്പോൾ ഇതൊരു വരച്ചു. എത്ര വന്നു? 20. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ആം ഐ ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നതെന്ന് വരയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണോ ഇതാണോ? ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരയ്ക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഞാനങ്ങ് തുടയ്ക്കുകയാണ്. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന എവിടെയാണെന്നല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കിക്കൊണ്ട് മാർക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇതെന്ത് വരും? നോർത്ത്. ഇതെന്ത് വരും? അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം നോക്കിയാൽ മതി. ഇത് നമ്മുടെ വെസ്റ്റ് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ? അപ്പോൾ എന്താണ് വരയ്ക്കുന്നത്? നോർത്ത് വെസ്റ്റ് ആണ്. കണ്ടോ? നോർത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? നമ്മുടെ നോർത്ത് വെസ്റ്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പെട്ടെന്നൊന്ന് ചെയ്തേ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നോർത്ത് വെസ്റ്റ് ആണ് ആൻസർ. നോർത്ത് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ട്. നോർത്ത് വെസ്റ്റ് ആണ് ആൻസർ കേട്ടോ. നോർത്ത് വെസ്റ്റ് ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ക്ലിയർ ആയോ? ഓക്കെ, നോർത്ത് വെസ്റ്റ്. ഓക്കെ, തെറ്റിച്ചവരൊക്കെ കറക്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. ഓക്കെ ഓക്കെ, നോർത്ത് വെസ്റ്റ്. ശ്രീരാജിന് മനസ്സിലായോ? ചന്ദന? ഓക്കെ ചന്ദന. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്കാണേ. ബ്രേക്കിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, ബ്രേക്കിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് തരാം അല്ലേ? നിങ്ങൾക്കൊന്ന് ഫ്രഷൊക്കെ ആകണമെങ്കിലോ 10 മിനിറ്റ് ബ്രേക്ക് തരാം. ഇപ്പോൾ 8:45 ആകുന്നുണ്ട്. കറക്റ്റ് 9 o'clock ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പം കറക്റ്റ് 9 o'clock ക്ലാസ് സ്റ്റാർട്ടാകും. ഞാൻ ലൈവിൽ തന്നെ ഉണ്ടാകും. ഞാൻ ആ സമയത്ത് നിങ്ങളുടെ പേരൊന്നും വിളിച്ച് ലൈവിൽ ഇല്ലെങ്കിൽ ഞാൻ അറ്റ് ദ മൊമെൻറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരാം കേട്ടോ.
സമയം വേസ്റ്റ് ആക്കരുതേ. സമയം നിങ്ങളുടെ സമയം കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പ്രസൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പ്രസൻ്റ് ആയിക്കഴിഞ്ഞാൽ, സയൻസിൻ്റെ ക്ലാസ്സിൽ പ്രസൻ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ, വാട്സപ്പിലല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് പ്രസൻ്റ് ആണെന്ന് പറയണം. കേട്ടല്ലോ? ഓക്കെ.